ഒരു ഒരു ഗൈഡൻസും അങ്ങനെയല്ല, നമ്മള് കണക്ഷൻസ് എന്ന് പറയുന്നത് അറിയാണ്ട് ഉണ്ടാവുന്നു. ഞാനിപ്പം ഷിർഡി സായിബാബയെന്ന് ഞാൻ യാതൊരു തരത്തിലും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകതയില്ല. അറിയുന്ന കുറച്ച് പേരൊക്കെ അവിടെ പോകുമ്പോൾ പലപ്പോഴും ചോദിച്ചപ്പോഴും ഞാൻ വരുന്നില്ല. ഞാൻ US ഉള്ളപ്പോഴാണ് തമിഴ് ഫാമിലി ആരതി എന്നാണ് സ്ഥിരമായിട്ട് വിളിക്കും പൂജക്ക് വരുന്നത്. അപ്പൊ ഞാൻ സാധാരണ ഈ തേഴ്സ്ഡേ അവർക്ക് ഞാൻ അമ്പലത്തില് ക്ലാസ് എടുക്കുന്നുണ്ട്, സൺഡേ സാറ്റർഡേ ഭഗവത്ഗീത. പക്ഷെ തേഴ്സ്ഡേ ഞാൻ പോയില്ല. തേഴ്സ്ഡേ ഭക്ഷണം കഴിക്കാനാണ് പോകാൻ തുടങ്ങി. അവസാനം പ്രസാദം കിട്ടുന്നത് നമുക്കൊരു സുഖമുള്ള സ്ഥലമല്ല. അല്ലാതെ അവരുടെ ഈ ഭജൻസിനൊന്നും ഐ ഡോണ്ട് ഈവൻ ഗെറ്റ് ഒരു ടേസ്റ്റും ഇല്ലാത്ത ഇവരൊക്കെ പോയി. അപ്പൊ ഞാനൊരു വിരോധി പോലെയാണ്. ഇയാൾ ഇത് വരില്ല, പക്ഷെ ഭഗവത്ഗീത പഠിപ്പിക്കുള്ളൂ, ശ്രീഡിന്റെ അടുത്ത് വരില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു ദിവസം നിർബന്ധിച്ചിട്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ട് വിട്ട് അവളുടെ പൂജാമുറിയുടെ തൊട്ട് എന്നെ ഷിർഡി സായിബാബയായിട്ട് വേഷം കെട്ടിച്ചു. നിർബന്ധം. അവളുടെ സാരിയൊക്കെ എക്സാക്ട്ലി സായിബാബയെ പോലെയാണ്. ഈ താടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഭഗവാനെ അവളിങ്ങനെ കരഞ്ഞ് കാലിലൊക്കെ പാൽ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊക്കെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഐ വുഡ് ഹാവ് ജസ്റ്റ് ഒപ്പോസ്ഡ്, റൈറ്റ്? പക്ഷെ പാലൊക്കെ ഒഴിച്ച് കാലൊക്കെ കഴുകി നമുക്ക് അവൾക്ക് നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് മാഡായി പോകുന്ന ഒരവസ്ഥയാണ്. അവള് പറഞ്ഞു നിങ്ങൾ സായിബാബയിൽ നിന്നും വരുന്നുണ്ടാവില്ല, പക്ഷെ ഐ ഹാവ് സീൻ യു ആസ് സായിബാബ. അതുകൊണ്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അല്ലാതെ ഒരു യാതൊരു അവരുടെ മക്കളൊക്കെ വരുന്ന എന്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും. എന്റെ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു വളണ്ടിയർ ആയിട്ട്. ഞാനൊരു ക്യാമ്പൊക്കെ നടത്തിയിരുന്നു അമേരിക്ക. അപ്പൊ വളണ്ടിയർ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കോണ്ടാക്ട് ഉണ്ട്, ഞാനും കോണ്ടാക്ട് ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ പോലും ഇല്ല. മറുടെ ഫോട്ടോസൊക്കെ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ കുട്ടിയുടെ. ഇന്നലെ സംബഡി വാണ്ടഡ് ടു മീറ്റ് നമ്മുടെ രജനീകാന്ത്. ആർക്കോ കാണും, അയാൾക്ക് എന്തൊരാവശ്യം. അതിന് മുമ്പ് അയാൾക്ക് ഹെഗ്ഡേനെ കാണും. അങ്ങനെ ഓരോരാളെ കാണാൻ പറ്റും. അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ സാധാരണ ഒന്നും പറയാറില്ല. അപ്പൊ രജനീകാന്തി ബാബാജി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഡിസൈപ്പിൾ. അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു, പിന്നെ എനിക്ക് അയാളെ കാണണമെന്നുണ്ട്, വല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എഴുതി, ഈസ് എ ബാബാജി ഫോളോവർ, ഐ വിൽ പ്രേ ഫോർ യു ആൻഡ് ദെൻ വിൽ ഹാപ്പൻ. ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാപ്പൻഡ് ഡോക്ടർ TPS ഗാരു, താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്സ്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടോ നമ്മൾ ഇത് കണ്ടിട്ടോ ഒന്നുമല്ല. ഒരു സ്പിരിച്വൽ കണക്ഷൻ ഈസ് ഓൾവേസ്. അതല്ലെങ്കിൽ എനിക്കൊന്നും എന്റെ ഗുരുവായ സ്വാമി രാമയൊന്നും, അതെ സ്വാമി രാമയുടെ ശിഷ്യനാണ് സ്വാമി വേദഭാരതിയാണ് എന്റെ ഗുരു. അപ്പൊ ആ ലെവലില് സ്വാമി രാമയുടെ കീഴിൽ വേദഭാരതിയുടെ കീഴിൽ ഞാൻ എന്ന് പറയുമ്പോ അവിടെ നിന്ന് എത്താൻ നമുക്ക് യോഗ്യതയില്ലാത്തതാണ്. പക്ഷെ എപ്പോഴോ ഒരു ആർമി കോൺടാക്റ്റിൽ ആരോ പറഞ്ഞ് അയാളടുത്ത് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഇമെയിൽ അയക്കും. കറക്റ്റ് ആ സമയത്ത് അദ്ദേഹം ഡൽഹിയിലുള്ള സമയത്ത് എനിക്ക് ഡൽഹിയിൽ ഒരു ഒഫീഷ്യൽ കോൺഫറൻസ്, അതും എനിക്ക് വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയില് ഞാൻ ഇങ്ങനെ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളന്ന് ഡയറക്ടറാണ് UGC. സാധാരണഗതിയിൽ എല്ലാവരും പോകുന്നിടത്ത് ഞാൻ പോസ്റ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല. കുറെ ജൂനിയേഴ്സ് അപ്പൊ, പക്ഷെ എന്നാലും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുന്ന നല്ല സ്റ്റുഡന്റാണ്. ആ ലെവലൊന്നും അല്ല നമ്മുടെ ചിന്ത, സ്റ്റുഡന്റ് എന്നുള്ള ലെവലില്ല. അപ്പൊ ഈ മാഷോട് എങ്ങനെയാ പെർമിഷൻ ചോദിക്കുക, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പോയാലും ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ അറിയാതെ അവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു പ്രോഗ്രാമിന് പോകണം, ഇന്ത്യ ഹാബിറ്ററ്റ് സെന്ററിൽ. അപ്പോ അതെന്ത് പ്രോഗ്രാമാണ്? വേദഭാരതിയുടെ ഹിമാലയൻ ട്രഡിഷൻ. എന്നാ ഞാനും ഐ വിൽ ഡ്രൈവ് യു. അങ്ങനെ പോയിട്ടൊക്കെയാണ് നമ്മള് ആ ഒരു വലിയൊരു ഗ്രൂപ്പിൽ 400 പേരില് ആകെ കയറിയിരുന്ന 2 മിനിറ്റ് അല്ലാണ്ട് എനിക്കൊന്നും ഓർമ്മില്ല. അവസാനം പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഡോക്ടർ TP ശശികുമാർ ഈസ് ദർ ഇൻ ദ ഓഡിയൻസ്, ഹി വിൽ കം ആൻഡ് മീറ്റ് മീ. ഗുരു ഇങ്ങോട്ട് പറയും. See, how could he detect that somebody is sitting? അദ്ദേഹത്തെ ഞാൻ ഇൻഫോം ചെയ്തിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ അറിയില്ല. ഇതൊരു വല്ലാത്ത കണക്ഷനാണ്. ആ കണക്ഷനൊക്കെയാണ് നമ്മളെ വല്ലാത്തൊരു ധൈര്യം തരുന്നത്. ആ കണക്ഷൻ ഉള്ളവർക്ക്
അത് മനസ്സിലാവും എന്താ കണക്ഷൻ. ഇതിപ്പോ നമ്മൾ ഇതൊന്നും അല്ലാത്ത ഒരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇവര് പറയുന്നത് എന്നുള്ളത്. ഞാൻ പുരിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പോകുന്നുണ്ട് പുരിയിൽ. ആദ്യം പുരിയിൽ പോയിട്ടുണ്ടായിരുന്നു. പുരിയിൽ പോയപ്പോൾ പട്ടകേഷില്ല, പുരിയിലെ പട്ടകേഷി പുരിയിൽ പോയി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയത്. പോയി അപ്പോൾ അവിടെ നമ്മളുടെ പരിപാടികളുണ്ട്, മൗലി ഫൗണ്ടേഷൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾ പുരിയും മറ്റേ കൊണാർക്കും എല്ലാവിടെയും പോവുകയും വരികയും എല്ലാം ചെയ്തത് ഒരു ഡിവൈൻ, നമ്മൾ പറയില്ലേ ഒരു ഡിവൈൻ പ്ലേ. ഓരോ സ്ഥലം പിന്നെ പിന്നെ ഞാൻ 25-ന് പോകുന്നുണ്ട്. കുഴപ്പമില്ല, അത് ശരിയാണ്. ഞാൻ മാർച്ച് ആദ്യമായിട്ട് പോയത്. ഓക്കെ. ഇന്നലെ പുരിയില് കോൺഫറൻസ് ഓൺലൈൻ. ചിലപ്പോ ഇങ്ങനെ ഒരു ഫിലോസഫി പലരുടെയും കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ഫിലോസഫി പ്രൊഫസറാണ്. അവർ വിളിക്കും ഫിലോസഫി ഫാമിലിയാണ്. ഇന്നലെ നല്ലൊരു ടോക്ക് ഞാൻ ഇന്ന് പബ്ലിഷ് ചെയ്തൊരു ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മിസ് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം വെറുതെ കയറിയതാണ്, വേറൊരാളുടെ ടോക്കാണ്. ആ ഫിലോസഫി ഫാമിലി കയറിയപ്പോഴാണ് മധുരയിലുള്ളൊരു ശ്രീനിവാസ അയ്യങ്കാറെ പറ്റിയിട്ടുണ്ട്. അയാൾ PhD വേദത്തിലാണ്, വേറെ എന്തൊക്കെയോ ജോലിയാണ്, പക്ഷെ PhD വേദത്തിലാണ്. ആ എഡ്യൂക്കേഷൻ ഒന്നല്ല. അപ്പൊ ഇദ്ദേഹത്തെ ഞാനിങ്ങനെ ഫിലോസഫി ഫാമിലിയിൽ ഞാൻ കൊടുക്കാറുണ്ട് ലെക്ചർ, അദ്ദേഹം കൊടുക്കാറുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ആ നമ്പർ എന്റെ കയ്യിൽ മധുരൈ പോയ സമയത്ത് മധുര ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 5 ദിവസത്തെ ക്ലാസ് ഞാൻ പോയി താമസിച്ചിട്ട്, എപ്പോഴും അങ്ങനെയാണ്, ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 4 ദിവസം താമസിച്ച് എല്ലാവരെയും പഠിപ്പിച്ചിട്ട് അവിടെ ഒരു വെച്ചു. അവിടെ 3-4 ദിവസം വിദുര നഗരം എന്ന സ്ഥലം, അതാണ് പണ്ടത്തെ മധുരയിനെക്കാളും വലിയൊരു ക്യാപിറ്റൽ ആയിരുന്ന സ്ഥലം, സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിദുര നഗരം പോകണമെന്നൊരു ആഗ്രഹം പണ്ടുണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റ്. അപ്പൊ മധുരയിൽ ഇദ്ദേഹത്തെ കാണാൻ പോകും. ഇതൊക്കെ കാണുമ്പോൾ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയിക്കോ പ്ലീസ്, കൊണ്ടുപോകാൻ ഞാൻ റെഡിയല്ല, ഞാൻ ഫ്ലൈ, ഞാൻ എപ്പോഴെങ്കിലും വന്നെടുത്തോളാം. എന്നിട്ട് നിർബന്ധിച്ച് എൻ്റെ ഒരു 1-2 പുസ്തകമാണ് എന്നെ ഏൽപ്പിച്ചു. എപ്പോഴും രാമായണൊക്കെ, പഴയ രാമായണം. എന്തിനാണ് ഇതെന്ന് എനിക്കെന്നറിയില്ല. ഞാൻ പറയുന്നത് അയാൾ ലോകത്തിൽ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, എത്രയോ ആൾക്കാരെ അയാളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആകെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അയാളുടെ ടോക്കാന്ന് പറഞ്ഞുകൊണ്ടായി കയറിയപ്പോ കർമ്മവും ധർമ്മവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അദ്ദേഹം കുറേ പഠിച്ചിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഞാനത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന ലൊക്കേഷനൊക്കെയാണ്, ഇന്നൊക്കെയാണ് പറഞ്ഞത്. എന്നോട് കമന്റ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീനാരായണ ഗുരുവൊക്കെ അദ്ദേഹം കോട്ട് ചെയ്തു. സാധാരണഗതിയിൽ ശ്രീനാരായണ ഗുരു കോട്ട് ചെയ്യാറ്, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലുള്ളവർക്കൊന്നും ഇത് അറിയില്ല. ഞാൻ തമിഴനായതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. അപ്പൊ നാരായണ ഗുരുവിനെയൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്തായാലും ആരും കോട്ട് ചെയ്യാറ്, കേരളത്തിൽ തന്നെ ആളൊന്നും കോട്ട് ചെയ്യാറില്ല എന്നതുകൊണ്ട് ഞാനത് എടുത്തു പറയുകയൊക്കെ ചെയ്യാൻ ഒരു ചാൻസ് ആണെന്ന് വെച്ചിട്ട് ഞാനതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ നല്ല വാത്മീകി നാവിന്റെ പേര്, ഒരു മഹാരാഷ്ട്രക്കാരിയാണ്, പ്രൊഫസർ വാത്മീകി. അപ്പൊ അവരൊരു ചോദ്യം ചോദിച്ചു. അതിനുത്തരം ശ്രീനിവാസ് പറഞ്ഞു, വേറെ 1-2 പേര് പറഞ്ഞു. പക്ഷെ അവരൊന്നും പറഞ്ഞ അവർക്ക് കൺവിൻസിംഗ് ആണ്. പറഞ്ഞു മേ ബി യു ആർ റൈറ്റ്, ബട്ട് ഐ എം നോട്ട് കൺവിൻസ്ഡ്. ആസ് എ ഫിലോസഫി പ്രൊഫസർ ഐ എം നോട്ട് കൺവിൻസ്ഡ്. അപ്പോ ഓർഗനൈസർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുരി പോയപ്പോ ടേക്ക് കെയർ ചെയ്തൊക്കെ ആളാണ്. എന്ന് വെച്ചാൽ ഓടിച്ചത്, അയാൾക്ക് ഓടിക്കാൻ ഉറക്കം നോക്കുമ്പോ ഞാനാ ഓടിച്ചത്. ട്രാൻസ്പോർട്ട് ചെയ്തതും വേണ്ട കോളേജിൽ കൊണ്ടുപോയതും ഇനീഷ്യേറ്റീവ് ഒക്കെ അയാളുടെ ആയിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വേണം ഉറക്കം വരുന്നു, വണ്ടി നിർത്തോ, ചായ കുടിച്ചോട്ടെ. ഉറക്കം വരാണെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ ഓടിച്ചോളാം, എന്റെ വണ്ടി ഞാനാ ഓടിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ TPS ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ അത് റെക്കോർഡ് ചെയ്തു. അത് ഞാൻ ഇട്ടു. പലപ്പോഴും നമ്മളിതൊന്നും പഠിച്ചിട്ടൊന്നും അത് അതിനകത്ത് PhD ചെയ്തിട്ടോ അതിൽ ഡിഗ്രി കൊണ്ടോ നമുക്കുള്ളിൽ ഉണ്ടാവും. അതൊന്നും
എവിടെയോ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഫിലോസഫി പഠിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടോ ഒന്നാണ്. ആ സൈക്കോളജി പഠിച്ചതൊന്നും അംബേദ്കർന്ന് ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യം. പക്ഷേ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇതാണ് സൈക്കോളജി എന്ന് മനസ്സിലാക്കാൻ അത് മതി. അപ്പൊ അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് ചിലപ്പം നാരായണ തപോവന സ്വാമികളുടെ ക്ലാസ് എടുക്കുമെന്ന് അയാൾക്കത് സൈക്കോളജി എന്ന് പറയും. അയാൾക്കത് രാമന്റെ കഥയായിട്ടേ അറിയും. പക്ഷെ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോ ഇത് സൈക്കോളജിയിലേക്ക് എടുക്കാനോ തോന്നും. അങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ആദ്യം ഞാൻ ഇവിടെ നിങ്ങളെ കാണുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടോ? അല്ല, ഞാൻ പഠിക്കുന്ന കാലമാണ്. ഞാനിവിടെ വന്ന കാലം മുതൽ സ്പേസിൽ സയന്റിസ്റ്റ് ആണെങ്കിലും ഇവിടെ തൊട്ടടുത്ത് LLB കോളേജ് ഞാൻ ഉടനെ അവിടെ പോയി ചേർന്നു. ആവശ്യമൊന്നുമില്ല. അതിന് കാരണം എന്താ വെച്ചാല് ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എന്റെ റൂംമേറ്റ് കേരളത്തിലെ ഒരു പ്രസിദ്ധ ലോയറുടെ മകനാണ്. അയാൾ പറക്കും സ്വാമി പണ്ട്. പറക്കും സ്വാമി എന്ന് പറഞ്ഞാൽ ബോർഡറിൽ പറന്ന ആളായിരുന്നാണ് പറക്കും സ്വാമി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്തും സമാധാനത്തിന് വേണ്ടിയിട്ട് അയാൾ ബോർഡറിൽ സിംഗിൾ ഫ്ലൈറ്റിൽ സിംഗിൾ മാൻ ഒരു ചെറിയൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പറന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു അയാളുടെ ഒരു ഡിസൈപ്പിൾ ആണ്. ടോട്ടലി ഹാൻഡിക്യാപ്ഡ് വീൽ ചെയറിലാണ് 40 കൊല്ലം. എന്നിട്ട് ലീഡിങ് അഡ്വക്കേറ്റ്. അപ്പൊ അദ്ദേഹത്തിനെയൊക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. വെറുതെ പോയത്. മകൻ എന്റെ റൂംമേറ്റ് ആയിട്ട് താമസിച്ച അവൻ LLB ആണ് ചേർന്നത്. അപ്പൊ 12ാം ക്ലാസ് കഴിഞ്ഞ് LLB തുടങ്ങിയ ആദ്യ ബാച്ചൊക്കെ. അപ്പൊ ഞാൻ PhD 12ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു 5-8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇവരെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് ഇദ്ദേഹം കാറില് പാലക്കാട് നിന്ന് ബാംഗ്ലൂര് വന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ആ റൂമിലാക്കാൻ പറ്റുമോ, ഇതെന്റെ മോനാണ്, ഒന്ന് ഇവരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അപ്പൊ കാറിന്ന് ഇയാൾ പുറത്തൊന്നുമില്ല, ഞാൻ ഇറങ്ങാൻ പറ്റില്ല, ആരെങ്കിലും എടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പാലക്കാട് പോയി കാണുകയും നമുക്ക് കാണേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പോയി കണ്ടു. അയാൾക്ക് എന്നെ കാണാൻ പറ്റില്ല, ആവശ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ചെയ്യുന്നത്. ഉടനെ അയാൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നാല് ചോദിക്കും. നിങ്ങൾ ഏത് സബ്ജക്ട് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം ഞാൻ ഫീസൊന്നും പഠിക്കാറില്ല ഡോക്ടർ ഡിഗ്രീസ് ഇല്ല ശശികുമാർ ഫീസൊന്നും പഠിക്കാറില്ല. കാരണം എനിക്ക് കൈ അനക്കാൻ പറ്റില്ലല്ലോ, മേടിക്കണമെങ്കിൽ കൈ അനക്കാൻ. അപ്പൊ ഒന്ന് ഊതിയാൽ ഇതിനകത്തെടുക്കും. ഇങ്ങനെ കുറെ കാശുണ്ടാക്കി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളും വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പഠിക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സാണ് പഠിച്ചത്, വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക്സിലാണ്, സ്പേസ് ഇമേജിലാണ്, LLB പഠിച്ചു. ആ പഠിച്ചത് എന്താ ചോദിച്ചാൽ എനിക്കൊന്നും അറിയുന്നില്ല. പക്ഷെ ഇവൻ ഈ LLB ആയതുകൊണ്ട് LLB കേട്ടതുകൊണ്ട് ഞാനും LLB പഠിക്കണം. അങ്ങനെ എന്താണോ കേട്ടത് അത് പഠിക്കും. നല്ല കെമിസ്ട്രിയാണ് കണ്ടു പറഞ്ഞു. അത് ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞു. അപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ മാത്തമാറ്റിക്സ് ആണ്. PhD ചെയ്ത് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്. എന്റെ പേപ്പർ പബ്ലിഷ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോട്ടോ ലാബിന്റെ ഹെഡായിരുന്നു. അതായത് മെയിൻ്റനൻസ് നോക്കാൻ. നമ്മളെ ലാബിന്റെ ഹെഡ് ആയാലും അവിടെ മെയിൻ്റനൻസിനൊക്കെ ആളെ ആക്കണം. ഞാൻ പക്ഷെ അങ്ങനെയല്ല. ഞാൻ എല്ലാ മെഷീന്റെ അടിയിലും എല്ലാം തുറക്കും, കംപ്ലീറ്റ് റിപ്പയർ ചെയ്യും. നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു ഇന്നലെ ഇത് കേടായിരുന്നു. പണ്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്താണോ ഒരാഴ്ചയായിട്ടൂടെ ഷിഫ്റ്റ് ചെയ്തു. ഒരാഴ്ചല്ല, ഒരു മാസമായിരുന്നു. അതിന് മുമ്പ് കോട്ടേഴ്സിലാണ്. അല്ലല്ല, ഇതേപോലെ ഫ്ലാറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് ഡയറക്ടറായിട്ട് സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ പോയ സമയത്ത് ക്വാർട്ടേഴ്സ് താമസിച്ചു. കഴിഞ്ഞ മാസം റിട്ടയർ ആയി. റിട്ടയർ ആയ സമയത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് ഇത് 5 കൊല്ലം 6 കൊല്ലം പൂട്ടിക്കിടക്കായിരുന്നു. അപ്പൊ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നതിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. മോ കളയാൻ പറഞ്ഞത്. എന്നാലും അത് കളയുന്നതിനൊന്ന് റിപ്പയർ ചെയ്യും. ഇന്നലെ രാത്രി 2 മണിക്കാണ് റിപ്പയർ ചെയ്യുന്നത്. ഒരാവശ്യമില്ല, കളഞ്ഞാൽ മതി. പക്ഷെ അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു ത്രില്ലുണ്ടല്ലോ. അതിന് മുമ്പ് റിപ്പയർ ചെയ്ത് കേടായി, പിന്നെയും കേടായി.
എന്നാലും വെള്ളിയാഴ്ച ഇന്നലെ രാത്രി ഞാൻ അല്ല അത് നമ്മൾക്ക് എന്തും പശുവിനെ നോക്കാം അങ്ങനെയൊക്കെയുള്ള പണിയാണല്ലോ. അച്ഛൻ കൃഷിയാണ്, അമ്മ പണിയെടുക്കും, രാവിലെ പാല് കറക്കും, അമ്മയുടെ പാല് നിന്നാണ് ഞാൻ കറക്കാൻ പോകും. അങ്ങനെ കറക്കാൻ പഠിച്ചു. അല്ല രവി എന്റെ ശശിയും രവി ഒരു പേരാണ്. രവി എന്ന് പറയുന്നത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഇൻടോളറന്റ് ആയി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ റഗ്ഗട്ടാ. ഞാൻ റഗ്ഗട്ട് അവൻ എന്റെ ഡിഫറെന്റ് സ്റ്റൈലാണ്. അവൻ എന്നെയൊക്കെ പേടിയായിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ 27ാമത്തെ റാങ്കാണ് ആ ബാച്ചിൽ. നിങ്ങൾ നോക്കിയാൽ എല്ലാം 27 എന്റെ ബാച്ച് മാത്രം 26. ആ 27-26 ആക്കിയത് ഞാനാണ്. കാരണം ഒരാളെ പുറത്താക്കി 26, പിന്നെ ഞാൻ എടുക്കൂലല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് 27ാമത്തെ രവിയൊക്കെ 4-5 റാങ്ക് കിട്ടുന്നു. നല്ല ബുദ്ധിയുള്ള പേര്. നമുക്ക് അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ധാരണയൊക്കെ. പിന്നെ ഈ പഠിക്കാനുള്ളൊരു ത്രില്ല് വന്ന സമയത്ത് ഒന്ന് പഠിച്ചു, അടുത്ത് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. അല്ല ഈ ഒരു ഇതിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? അതിപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല ഞാൻ പറഞ്ഞത് നാട്ടില് പണ്ട് ഞാൻ ഈ ജീപ്പ് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 4 വീലർക്കും നാട്ടിൽ ഓടിക്കാന്ന് പറഞ്ഞാൽ ക്ലച്ച് ഔട്ടാൻ വണ്ടി പോകുന്നിടത്ത് പോകും. അങ്ങനെ ഓടിച്ചല്ലാണ്ട് ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചു. അത് ഇവിടെ ഒരു കസിൻ ഉണ്ട്, എന്റെ ഏട്ടന്റെ ഭാര്യന്റെ അമ്മാവന്റെ ടൈപ്സ് ഓഫ് ഇന്ത്യയുടെ ചീഫാണ് അനിൽ. അവിടെ ഇങ്ങനെ പോയപ്പോ അനിൽ പറഞ്ഞാൽ MGR വണ്ടിയാണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. അവൻ പുതിയൊരു വണ്ടി പഠിക്കുന്ന ഇത് ബുക്കുണ്ട്, ചെസ്റ്റ് വേണം. ഇത് ഇല്ലാത്തൊരു മനുഷ്യൻ വെറുതെ കാണാൻ പോയപ്പോ എന്നിട്ട് മേടിച്ചു മാത്രല്ല താക്കോലും മേടിച്ച് ഷെഡ് ഓടിച്ചിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ ധൈര്യമില്ല. നിന്ന് കുറച്ച് ബുദ്ധിയില്ല, ബുദ്ധിയില്ല ചെയ്യുന്നതൊക്കെ ബുദ്ധിയില്ലാത്ത പണിയാണ്. അല്ല ഞാൻ പറയുന്നത് വെച്ചാല് അതൊരു ധൈര്യമാണ്. ആ ധൈര്യം കൊണ്ട് പലതും പഠിച്ചു എന്നല്ലാതെ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും എനിക്ക് ഈ വേദത്തെ അറിഞ്ഞുകൊണ്ടൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയാൽ എന്തൊക്കെയോ ആവുമെന്നൊരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യം ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ധൈര്യമാണ് കൂടുതൽ. സോ ഹി മേക്സ് ലോട്ട് ഓഫ് കമന്റ്സ്. അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പ്രൊഫസർ PhD എടുത്ത ഒരാൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് കമന്റ് പറയാനൊന്നും ആരുമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു ധൈര്യം അല്ലെ ഒരു ഗിഫ്റ്റ് എവിടെയും ഉണ്ടാവും. അല്ലാണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു സ്വപ്നം കണ്ടാവും. അമ്മ എപ്പോഴും പറയും ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും ഒന്ന് തടവാൻ പറഞ്ഞിട്ട് കൊണ്ടുവരും, ഞാൻ തടവി കഴിഞ്ഞാൽ മാറാറുണ്ട്. ഇതൊന്നും നമ്മുടെ കാര്യമില്ല. ഇന്ന് ഗ്രൂപ്പിലിട്ടത് കുറേ കാലമായിട്ട് നടക്കാൻ പറ്റാണ്ട് കണ്ടു ഞാൻ. പക്ഷെ കമന്റ് അയച്ചില്ല. പക്ഷെ അവരാദ്യം വിളിച്ചു എന്റെ ടീച്ചർമാരൊക്കെ ഇതിനകത്ത് ആ ഗ്രൂപ്പ്. അവര് പാറക്കുട്ടി ടീച്ചർ എന്നൊക്കെ പറഞ്ഞ എന്നെ മാത്സ് പഠിപ്പിച്ച ഏട്ടന്റെ അതേ പ്രായം. ഏട്ടൻ കോളേജ് പ്രൊഫസർ ആയതുകൊണ്ട് അവരൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. അവരൊക്കെ ഇപ്പോഴും അവരെ തമ്മിലൊന്നും ബന്ധമൊന്നുമില്ല ഏട്ടിന്റെ തന്നെ. പക്ഷെ ഞാനുമായിട്ട് ഇപ്പോഴും ബന്ധം. അപ്പൊ എന്നെ LLB പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് ഉഷ. അവള് ഇവിടെ അവരുടെ ഹസ്ബൻഡ് ഞാൻ ഇവിടെ അപ്പൊ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അവര് വരുമ്പോ പിള്ളേരൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ 1-2 ക്ലാസ് ഒക്കെ എടുത്തിട്ടേ ഉണ്ടാവും. പക്ഷെ ടീച്ചറാന്ന് പറയാമല്ലോ. എന്റെ അവിടെ ഈവനിങ് ക്ലാസ് ആണ്. ഉഷ നടക്കാൻ പറ്റും. അവര് മാറി നടക്കാൻ തുടങ്ങി. മൈ ട്രീറ്റ്മെന്റ് നിങ്ങളെന്തോ പിന്നെ ഞാനത് കണ്ടു കേട്ടാ. മുരിങ്ങയില പിന്നെ 3 സാധനങ്ങളല്ലേ. അത് പണ്ടെപ്പോഴോ എന്റെ ഗുരു എന്നെ പഠിപ്പിച്ച. അതെ മുരിങ്ങയില. അത് പക്ഷേ പറഞ്ഞതിങ്ങനെ മുരിങ്ങയില, വെളുത്തുള്ളി പിന്നെ ഒരു ഇലയും കൂടി ഉണ്ടെന്ന് കറിവേപ്പില. അതിന് മുമ്പ് കൂടി അരച്ചിട്ട് അത് ഒരു ഇരട്ടി വെള്ളം എടുത്തിട്ട് പകുതിയാക്കിയിട്ട് കുറെ വേദന മാറും. എന്നൊക്കെ എല്ലാ വേദനയൊന്നും മാറില്ല കേട്ടോ. അത് ഈ ഒബേസിറ്റിയും തടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഡൈജഷൻ പ്രോബ്ലംസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ്. അത്തരം പ്രോബ്ലം ഓരോന്നിനും ഓരോ സിംറ്റം. ഞാനൊക്കെ ചെറുപ്പത്തില് എന്റെ ഏച്ചിയുടെ
ഹസ്ബൻഡിന്റെ അമ്മാണ് വൈദ്യര്. അപ്പൊ അമ്മ നാട്ടിൽ നിന്ന് കൃഷി സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട് കൂട്ടും. അപ്പൊ ഞാൻ ആണ് ഏറ്റവും ചെറിയ കുട്ടി സ്കൂൾ പഠിക്കുന്നത്. ബാക്കി ആരുമില്ല. ബാക്കി എല്ലാവരും ഏട്ടന്റെ കൂടി ചേച്ചിയായിരുന്നു. എന്റെ ഒരു ചേച്ചി മരിച്ചു. അതില് മൂത്ത ചേച്ചി പയ്യന്നൂർ ഏട്ടന്റെ കൂടെ പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നളിനേച്ചി നടുവ് തന്നെ, മൂന്നാമത്തെ എന്റെ ചേച്ചിയുടെ ചേട്ടന്റെ ചേച്ചി. അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ എന്നെ എന്തെന്ന് വെച്ചാൽ നളിനേച്ചിയുടെ വീട്ടില്, നളിനേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മാവനാണ് വൈദ്യര്. അപ്പൊ അവര് താമസിക്കുന്ന അവരുടെ തറവാട്ടിലാണ്. അളിയന്റെ അമ്മാവന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആലോചിച്ചു, അവിടെ ഒരു ബന്ധമില്ലാത്ത ഞാൻ പോയി താമസിക്കും. കാരണം ആരും ഇല്ലാത്തോണ്ട്. അന്നൊന്നും ഈ രവിയുടെ അമ്മയോ ഇളയമ്മയോ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സത്യം പറഞ്ഞു, ബന്ധമുണ്ട്. പക്ഷെ അവിടെ പോയി താമസിക്കാവുന്നത് എന്നാ അമ്മ പോവല്ലേ, അങ്ങനൊന്നും ഒരു ബന്ധമൊന്നും അന്നൊന്നും ആരും ഇട്ടിട്ടായിരുന്നു. ഇവരൊക്കെ ബന്ധമുണ്ട്. ഇവരെല്ലാം ശാരദേന്റെ ഭാർഗവിന്റെ ചേച്ചിയാണ് എന്റെ അമ്മ. അപ്പൊ സാധാരണഗതിയില് ഈ ചേച്ചി എവിടെയെങ്കിലും കൃഷിക്ക് പോകുന്ന സമയത്ത് അവരുടെ അനിയത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചൂടെ നമ്മളെ? അങ്ങനെയൊന്നും നമ്മൾ അയച്ചിട്ടില്ല. അതെന്തോ ഒരു നമ്മളെന്തോ ഒരു ലോവറും അവരെന്തോ ഹയർ എന്നൊരു തോന്നൽ പണ്ടേ ഉണ്ട്. അച്ഛൻ കൃഷിക്കാരനാണ്, അവരൊക്കെ കുറച്ച് ക്വാളിഫൈഡ് ആണ്. നാരായണ വിളിച്ചത് മിലിറ്ററി റിട്ടയർഡ് ആണ്, ഇംഗ്ലീഷ് പറയും. ഞാൻ പറയുന്നത് അതുകൊണ്ട് എ കെ എന്നൊക്കെ പറയുന്നതും എ കെ എന്ന് പറയുന്നതും കല്ലൂർ എന്ന് പറയുന്നതും PP എന്ന് പറയുന്നതിലൊന്നും തറവാടിത്തൊന്നും എന്റെ അച്ഛനില്ല. കാരണം അച്ഛൻ സാധാരണ ഓർമ്മയുണ്ട്, നമ്മളെ നടുവിൽ വന്ന സമയത്ത് മമ്മിക്ക് നിങ്ങളെ അമ്മേനെയും കാണുന്നത് ഞാനൊന്നും അതുകൊണ്ട് ഒരാളുടെ വീടുകളിലും എപ്പോഴെങ്കിലും പോയാൽ ഒരു ചോറ് കിട്ടും, അല്ലെങ്കിൽ ഓണത്തിനോ വിഷുവിന് പോയാലും തലയിൽ എന്തെങ്കിലും ചില്ലറ കിട്ടും എന്നല്ലാണ്ട് അങ്ങനെ ഒരു പോയി നിന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പം രവിയുടെ കൂടെ, രവിയെ ഞാനും കൂടെ പഠിച്ചാണെങ്കിലും രവിയുടെ കൂടെ എന്നാ ഒരു ദിവസം 2 ദിവസം താമസിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചില്ല. നമ്മുടെ തറവാടാണെന്ന് പറയുന്ന കല്ലൂരിലൊക്കെ വീട്ടിൽ പോയി എനിക്ക് നമുക്ക് താമസിച്ചൂടെ? ഇല്ല. ആ സമയത്തേക്ക് നല്ലേച്ചിലുണ്ട്. കാരണം ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബുക്ക് വെക്കാൻ പോലും ഒരു ഷെൽഫ് എന്നല്ല. അപ്പൊ ഈ വിറക് സാധാരണ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വടി പോലും കിട്ടൂല. അങ്ങനെയൊന്നും കൊത്താൻ പാടില്ല. വലിയ മരമായിട്ട് വലുതാവേണ്ടതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വിറക് ഇങ്ങനെ 2 വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ ബുക്ക് വെച്ചു. നിലത്ത് വെച്ചാൽ ചാണകാവുമല്ലോ. ആ വീട്ടിലൊക്കെ താമസിക്കുമ്പോഴാണ് അവിടെയാണ് ഈ അമ്മാവൻ വൈദ്യര്. അപ്പൊ ആ ഒരു കണക്ഷൻ കൊണ്ട് പിന്നെയും നമ്മൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വൈദ്യരെടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവരെ മരുന്ന് തളിക്കാൻ സഹായിക്കും. അങ്ങനെ ഈ മരുന്ന് തളിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു തളിക്കുമ്പോ ഈ കഷ്ണം പോവും. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം കട്ട് ചെയ്തിട്ടില്ല. എന്നാലും പിന്നെയും ഞാൻ സഹായിക്കാൻ പോകും. അപ്പൊ എന്റെ വീട്ടിൽ ആരും അങ്ങനെ പോയി നിന്നിട്ടില്ല. ഇതെന്റെ ഒരു ദുസ്വഭാവം. പക്ഷെ ആ സ്വഭാവം കൊണ്ട് എന്ത് പറ്റും വെച്ചാൽ കുറെ ശ്ലോകം പഠിക്കും, മരുന്ന് പഠിക്കും, ഓരോ അസുഖത്തിന് ഇന്ന അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഒരാൾക്ക് എപ്പോഴാണോ മാറാൻ വിധിയുള്ളത് ആ സമയത്ത് എനിക്ക് ഓർമ്മ. ഇല്ല, അവരെല്ലാം പോയി. അവരുടെ ഇപ്പൊ വൈദ്യം അതുണ്ട്. അതൊരു MM ഉണ്ട്. അത് അവരുടെ തറവാട് തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹം ഒരു മലയാളം ഭാഷയായിരുന്നു. അവരുടെ മക്കളൊക്കെ ആയുർവേദം. അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് ഈ അമ്മാവന്റെ അടുത്ത് പോയി പഠിച്ചിട്ടുള്ള ചില സംഭവം. ഞാനും ഒക്കെ ആ ഭാഗത്ത് ഈ മരുന്ന് വരയ്ക്കാൻ നിൽക്കുമ്പോൾ അവരും ഉണ്ടാവും. അതേപോലെ കൽക്കം ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോഴും വായിക്കും. അപ്പൊ അതിങ്ങനെ ഉണ്ടാവുമ്പോ അതിന്റെ അവസാനം കുറച്ച് നമുക്ക് കിട്ടും. അതൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ കുറേ ചെറിയ ചെറിയ സംഭവം അത് ആ സമയത്തല്ല. പലരും ഞാൻ ഹോറോസ്കോപ്പ് നോക്കാൻ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ചിലപ്പോ ഒന്നും ഞാൻ നോക്കില്ല. ചിലപ്പോ നോക്കും. കുറച്ച് 10-30 കൊല്ലമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചിലത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ അടുത്ത് വരുന്നത് കൃത്യമായിട്ട് അവർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തോ ഫലം ഉണ്ടാകുന്ന സമയത്തോ ഒക്കെ ഉണ്ടാകും. അത് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് അവർക്കൊരു മാറ്റം. ഇത് ഹോറോസ്കോപ്പ് നോക്കാനല്ല, നോക്കാം. അല്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ രണ്ടാളും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കിടക്കേ പോകും. കാരണം ഞാൻ മറ്റന്നാൾ പോകുന്നുണ്ട് നാട്ടിൽ, കൊച്ചി പോകും. അപ്പൊ കൊച്ചി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ 2 ദിവസം നേരത്തെ പോയാലും അനിയത്തിന്റെ കൂടെ കുറച്ച് ദിവസം കിട്ടുമല്ലോ. അവിടെ കനഡയിലാണ് അവളുടെ മോള്. അപ്പൊ അങ്ങോട്ട് പോകും.
സെപ്റ്റംബറിൽ രണ്ട് സിസ്റ്റേഴ്സ്. അപ്പൊ ഇപ്പല്ലേ കുറച്ച് സമയം കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് പോയത്. അപ്പൊ നമ്മള് ഇങ്ങനെ അറിയാണ്ട് അതും ഇതുവരെ പഠിച്ചു പോകുന്നു. വേണമെന്ന് വിചാരിച്ചിട്ട് ഹോമിയോപ്പതി പഠിച്ചു, ഹെർബോ മിനറൽ പഠിച്ചു, ആയുർവേദം കുറച്ച് പഠിച്ചു, അസ്ട്രോളജി പഠിച്ചു, വാസ്തു പഠിച്ചു. ഇന്നലെ ഇനിയിപ്പോ ഓരോരാളും ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് മാധവ്ജിയെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ഞാൻ ഈ ഒരു പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ വൈസ് ചെയർമാൻ ഡൽഹി, അത് പണ്ട് കൈതപ്രക്കായിരുന്നു എന്റെ ചെയർമാൻ. അതുകൊണ്ടൊക്കെയാണ് നമ്മളോട് ചോദിച്ച സമയത്ത് ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ അതിനകത്തൊരു ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്. ഇട്ട സമയത്ത് ഞാൻ ആ ഓതറെ വിളിക്കണമെന്നുണ്ട്. അതില്ലേ എന്തോ കുട്ടികളെ ഞാൻ എന്തോ ഇങ്ങനെ ഇത് കണ്ട മാതിരി എനിക്ക് തോന്നി. എന്തോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതല്ലേ കുറെ അത്തരം പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അത് പിന്നെ ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ വളർത്താന്നുള്ള സങ്കല്പത്തിൽ തുടങ്ങിയിട്ടുള്ളത് സാരഥി എന്നുണ്ട്. ഇത് നമ്മൾ ഓരോ ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മുടെ ഗുണം എന്ന് വെച്ചാൽ വെറുതെ അയച്ചതാണ്, ഒന്നുമില്ല, ഒരു കമന്റോ ഒന്നുമില്ല, വെറുതെ ഒരു ആർട്ടിക്കിൾ. എഴുതിയ ആള് സംസ്കൃതം പ്രൊഫസറാണ്, ഞാനായിട്ട് ബന്ധുണ്ട്, നമ്മൾ അറിയുന്നതാണ്, പല പരിപാടികളിൽ തന്നെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇത് വായിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്റെ ഗുരു, വേദം പഠിപ്പിച്ചത്. മഹാഋഷി മഹായോഗിയുടെ ഗുരുവായിരുന്ന ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ തന്ത്രി. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിന്റെ കൂടെ കൈലാസത്തിൽ പോകാനും അദ്ദേഹം ഞാൻ ഒരേ ബെഡിൽ കിടന്നുറങ്ങാനും അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നുറങ്ങാനും ഉച്ചക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ അച്ഛൻ മക്കൾക്ക് വളർത്തി കൊടുക്കുന്നത് പോലെ ചെയ്യാനൊക്കെ ഉള്ള ഈ വീട്ടിൽ വന്നിട്ട് താമസിച്ചിട്ടുണ്ട് എന്റെ കൂടെ. ഞാനിവിടെ പലയിടത്തും പ്രഭാഷണത്തിൽ കിട്ടുന്നു. വളരെ റയറായിട്ട് ഇത് കിട്ടുമ്പോൾ ഓരോ കാര്യം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരാള് ഇന്നാളെ കാണാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു തോന്നലുണ്ടാകുമ്പോൾ അത് ഫലിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസം. ഒരു ബന്ധുവില്ലാത്ത ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ കൈലാസത്തിൽ ഞാനൊരു ഇടം വരെ പോകുന്നുണ്ട്, താനും വരുള്ളൂ. എവിടെയാന്ന് ചോദിച്ചിട്ടില്ല, എപ്പോഴാ പോകുന്നത് ചോദിച്ചിട്ടില്ല. അന്ന് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയം മീറ്റിങ്ങിന് ഇടക്കിടക്ക് ഡൽഹി പോയിട്ട് വരും. എന്നാൽ തന്റെ കാശ് അടച്ചിട്ടാ വിളിക്കണം, നമ്മൾ കൈലാസത്തിൽ പോകും. എന്ത് ധൈര്യത്തില് എനിക്കിപ്പോ സാറിനോട് പറയാൻ പറ്റുമോ, ഞാൻ ഇന്നത്തെ പോകുന്നു കൊണ്ടുപോകുന്നു എനിക്ക് പറയാൻ എനിക്ക് പറ്റില്ല. ആ ധൈര്യത്തിൽ നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഞാൻ എന്റെ പാസ്പോർട്ട് അയച്ചത് പോസ്റ്റ് അയച്ച കിട്ടില്ല വെച്ചിട്ട് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് ഇരിക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് ഇന്നത്തെ ഒരാൾ അപ്പൊ നമ്മള് ഇതൊന്നും അറിഞ്ഞു ചെയ്യുന്നതല്ല. ഞാനിപ്പോ എന്റെ ലൈബ്രറിയെ കാണിച്ച ഒരു ബഞ്ച് ഓഫ് ബുക്സ് ഉണ്ട്. ആ ബഞ്ച് ഓഫ് ബുക്സ് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരാള്. അന്ന് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ എർത്ത് എനർജി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതി. അത് എഴുതാനും കാരണം ആരോ ഒരു കോണ്ടാക്ടില് ആർട്ടിക്കിൾ എഴുതി തരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എഴുതി കൊടുത്ത, വെറുതെ എഴുതി കൊടുത്ത. ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തത് അത് ഓറഞ്ച് അങ്ങാറ്റം പൊറിഞ്ഞ സമയത്ത് അതിനകത്ത് വായിച്ചിട്ട് ഇത് ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്തൊക്കെ ഇവിടെ വന്ന് ഇതേ സ്ഥലത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ഇവിടുത്തെ കുറേ ബുക്ക് ഉണ്ട് നാരായണ തപോധന സ്വാമി, ഞാൻ ഇത് കേട്ടിട്ടില്ല, അത് തരാമോ? എന്തിനാ എനിക്ക് അതും എനിക്കറിയാം. ഒരു തരുന്നത് എന്തിനാ വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ നടുവിലേക്ക് കേരളത്തിലേക്ക് പോകുമ്പോൾ നാരായണ തപോധന സ്വാമികൾ ഞാൻ ഇതുവരെ കണ്ടില്ല, ഇത് വായിച്ചു. അങ്ങയുടെ കൂടെ എനിക്ക് യാത്ര ടിക്കറ്റ് ഞാൻ എടുത്തോ. എനിക്ക് റെയിൽവേയിലായതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ഫ്രീ ടിക്കറ്റ്. അന്നതൊക്കെ വലിയ കാര്യം. ഞാൻ കൊണ്ടുപോകും, എന്റെ കൂടെ വരാൻ പറ്റുമോ, നമുക്ക് പോകണം, ആ സമയം നമുക്ക് കൂടെ ചെലവഴിക്കാനോ എന്ന് പറഞ്ഞ് ആ ബുക്കിൽ ഒരു സ്ഥലത്ത് അയാളുടെ നമ്പർ എഴുതി ബുക്ക് വെച്ചിട്ട് അയാൾ. അന്നാണ് എനിക്ക് നാട്ടിൽ നിന്നൊരു അത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ലെറ്റർ വരുന്നത്. കണ്ണൂര് കൃഷ്ണക്ഷേത്രത്തില് ഭഗവത്ഗീത ക്ലാസ് എടുത്തു. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഭഗവത്ഗീത, വായിച്ചിട്ടില്ലാത്ത ഒരാളോട് ഭഗവത്ഗീത ക്ലാസ് എടുക്കണം. ഞാൻ പറ്റുന്ന ടിക്കറ്റ് അയച്ചിട്ട് ഈ ബുക്ക് തുറന്നിട്ട് അതിനുള്ള ആ ഫുൾ ബുക്സ് ഭഗവത്ഗീതയില് അയാൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച സാധനം ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ വിളിച്ചിട്ട് നമ്പറിൽ കിട്ടുന്നില്ല. അയാളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പി നോക്കി, അയാളുടെ വീട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ അവിടെ എവിടെ ഇല്ല.
അയ്യോ നിങ്ങള് ഞാൻ പറയുന്നത് ആ ബുക്ക് ഇപ്പോഴും ഉണ്ട്, ഞാൻ സൂക്ഷിച്ചു. ഞാൻ വെച്ചത് എന്റെ പഴയ പൂജാമുറി വെച്ച സ്ഥലത്താണ് ഞാൻ ആ ബുക്ക് ആദ്യം കൊണ്ടുവച്ചത്. അത് ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ഫുൾ വായിച്ചു വെച്ച ഫുള്ളൊന്നും വായിച്ചില്ല. പക്ഷെ നാരായണ തപോവന സ്വാമികളുടെ ഭഗവത്ഗീതയുടെ ഭാഗം മാത്രം വായിച്ചു. അത് മാത്രം വായിച്ച ധൈര്യത്തില് ഞാൻ തളിപ്പുറം പോയിട്ട് ക്ലാസ്. അത് കഴിഞ്ഞ് 10-40 കൊല്ലായിട്ട് അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളുടെ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ആളുകൾ വന്നിട്ട് അവസാനം പറഞ്ഞു ഇങ്ങനൊരു ഞങ്ങൾ ഇതൊന്നും എന്റേതല്ല, നാരായണ തപോ, അത് ആരാന്ന് പോലും എനിക്കറിയില്ല, നാരായണ തപോ. അത് കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എന്റെ അസോസിയേറ്റ് ആയിരുന്നു വേറൊരു സെക്ഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവിടെ നാരായണ തപോവന സ്വാമികൾ പോയിട്ട് പാക്കലാണ്. അത് തമിഴ്നാട്. എന്റെ ഭഗവാൻ, ഞാൻ പറഞ്ഞു എനിക്കന്ന് ഒഫീഷ്യൽ വണ്ടിയിൽ ഓഫീസ് കാര്യത്തിന് പോകുന്നല്ലാണ്ട് ഞാൻ താമസിച്ചതിന് തൊട്ട് നടന്നു പോകുന്ന ദൂരത്താണ്. ഞാൻ കാല വന്നിട്ട് പിക്കപ്പ് ആണ്. ഓഫീസ് പണിയാകുമ്പോഴത്തേക്ക് 9 മണിക്ക് നമുക്ക് തിരിച്ചു വരാം, 7 മണിക്ക് ഞാൻ വരും. ഇങ്ങോട്ട് പറയാ ഞാൻ അങ്ങോട്ട് പോകണമെന്നോ പോകുന്നോ വരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും എന്നെ വന്ന് പിക്കപ്പ് ചെയ്യും, അങ്ങോട്ട് പോകും. ആ സമയത്ത് ഞാൻ ഒരു കവിത എഴുതിയിട്ട് അദ്ദേഹത്തെ കൊടുത്തിട്ട് വന്നു, എന്റെ കവിത എഴുതാം. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് കവിത എഴുതുന്നത്. അതുപോലെ ഒരു ഇംഗ്ലീഷ് കവിത പോലും എഴുതാത്ത ആളാണ് അദ്ദേഹത്തിന് നാരായണ. അദ്ദേഹത്തിന് ഞാൻ വലിയ കോണ്ടാക്റ്റിൽ ഇപ്പോഴും ഇല്ല. അപ്പൊ നമ്മള് അങ്ങനെ ഒരു അസോസിയേറ്റ് ചെയ്തിട്ട് ഒരാളെ പോയി കാണുമോ, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അത് somebody comes to me that point of time and they'll do it. അല്ല, അത് somebody is being sent. അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ ആളെടുത്തും എത്തുന്നതോ. അല്ലാതെ അല്ലെ എവിടേക്കോ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആഗ്രഹങ്ങളൊന്നും നമുക്ക് സംഭവിക്കണമെന്ന് ഓർക്കില്ല. സമയമാകുമ്പം എല്ലായിടത്തും. ഇപ്പൊ നമ്മള് ഇപ്പൊ പൂനെയിൽ പോയി 1-2 ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഓഷോനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന് വായിക്കൂ. അങ്ങനെ ഒരു വൈൽഡ് റീഡറൊന്നും അല്ല, അക്കാഡമിക്കാണ്. ആ സമയത്ത് അവിടെ പോയ സമയത്ത് കുറെ ഓഷൻ ബുക്സ് മേടിച്ചു വായിച്ചു. അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ചില്ല ഈ വൈൽഡ് കൺട്രി നമുക്കൊരു സീരിയൽ ഇങ്ങനെയൊക്കെ അത് വായിക്കണം എന്നുള്ള തോന്നുന്നു, അത് കാണണം എന്നുള്ള തോന്നുന്നു. അപ്പൊ എവിടേക്കോ നമ്മൾ കോൺട്രാക്ട് ചെയ്യും, ചില സ്ഥലത്തൊക്കെ അതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നും. അപ്പൊ എന്തെങ്കിലും ഒരു ലെക്ചർ വരുമ്പം ഇതങ്ങോട്ട് പറയും. അല്ലാതെ ഈ പറയാൻ വേണ്ടി വായിക്കലോ, ഉറപ്പായിട്ടും എന്തെങ്കിലും വായിച്ചാൽ അടുത്ത ലെക്ചർ വരുമ്പോ അത് ഞാൻ പറയും. അത് ഞാനോട് പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യുന്നതായാലും അടുത്ത ലെക്ചറിൽ ഞാനിത് പറയുന്നു. അപ്പൊ അത് വായിച്ചുണ്ടാക്കുന്നതല്ല, എന്തെങ്കിലും വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ പ്രിയ ഉണ്ട് ആ ഗ്രൂപ്പില്, TP ബന്ധു പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് തലപ്പുറമില്ല. അവളെ പ്രിയാന്നാണ്. അവളെ ഞാൻ അല്ലല്ല, ഇവളെ ഞാൻ TP പ്രിയാതെ എഴുതി. അവൾ TP അല്ല, അവിടെ EKO അങ്ങനെ എന്തോ ആണ്. പക്ഷെ അവളുടെ അച്ഛൻ TP ആണ്. അപ്പൊ ഓർക്കാൻ വേണ്ടിട്ട് ഞാൻ അവളെ TP എന്നാണ് എഴുതിയത്. അവളെ ഞാൻ പരിചയപ്പെടുന്നത് ദോഹയില് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ പ്രോഗ്രാമിന് ഞാൻ പോയിട്ട് അവിടെ ബിർള പബ്ലിക് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോ ഈ പ്രിയ വന്നിട്ട് എന്നെ പരിചയപ്പെട്ടു. ഈ TP എന്ന് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ അച്ഛൻ TP ആണ്. പിന്നെ നിങ്ങളെ മൂക്കൽ ഒരേപോലെ തന്നെയാണ്. അപ്പൊ തവറൂൽ തന്നെയാണോ? പുതിയടത്ത് തന്നെയാണ്. അങ്ങനെ അവളെ പരിചയം. പിന്നെ ബന്ധമൊന്നുമില്ല, പിന്നെ നമ്മൾ കോണ്ടാക്റ്റും ഇല്ല, അവളെ എനിക്ക് പരിചയമില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂർ എങ്ങാണ്ട് സെറ്റ് ചെയ്ത് നോക്കിട്ട് അടുത്തൊരു മെസ്സേജ് അയച്ചപ്പോഴാണ് ഈ കോണ്ടാക്ട് തിരിച്ചു വന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ഇടയ്ക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ കുറേ ദിവസം മുമ്പ് അവളിങ്ങനെ മൈഗ്രെയിൻ ഹെഡേക്ക് ആണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു, ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് കാണാൻ ഗ്രൂപ്പിലാണോ ചോദിക്കുക. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ ഇട്ടോ. അപ്പൊ ഈസ് ഇറ്റ് ദ വേ ടു ഗെറ്റ് ട്രീറ്റഡ് എന്ന് വെച്ചിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. ശരിക്കും വഴക്ക് പറയുന്ന പോലെ ആണോ അല്ലയോ? മൈഗ്രെയിൻ ഹെഡേക്ക് ചോദിച്ചിട്ടല്ലോ നമ്മൾ മരുന്ന്. അത് എന്റെ അവിടെ കുറെ മെസ്സേജ് അയച്ചു. ഗുഡ് ഡയലോഗ് ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ഞാൻ ചോദിച്ചു. പിന്നെ വേറൊരു ആൾ കോണ്ടാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവളുടെ പ്രോബ്ലം അവൾ എന്നോട് ഡിസ്കസ് ചെയ്യില്ല. അപ്പൊ ഇന്ന് എനിക്കിപ്പോ ഈ 12 മണി എന്ന് പറഞ്ഞത്
ഈ അരമണിക്കൂർ എനിക്കൊന്നും ചെയ്യാനില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നിയല്ല. ഞാൻ എപ്പോഴും അങ്ങനെ ആ സമയം ഒരു പണിയില്ലാത്ത സമയത്ത് നമ്മളെ ഇല്ല വിളിക്കാന്ന് വിചാരിച്ചു വേണ്ട, ഞാൻ ഒരു മൈഗ്രെയിൻ ഹെഡേറ്റിനെ കിട്ടൊരു ബിറ്റിടും. അത് ഞാൻ ഇപ്പം ചെയ്തു. അത് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത ആള് കയറി പിടിച്ചത്. അപ്പൊ ഓരോ നിമിഷവും ഞാൻ സാധാരണ 10 മണിയാകുമ്പോഴേ ഫോൺ ഓൺ ആക്കും. അതുവരെ എന്റെ പ്രൈവറ്റ് ടൈം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറെ ന്യൂസ് ഒക്കെ കേട്ട് അതൊക്കെ കഴിഞ്ഞാലേ ഞാൻ ഓണാക്കും. കാരണം ഓണാക്കി കഴിഞ്ഞാല് രാത്രി 2 മണി വരെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. 5-10 ഉണ്ടാവും, സംസാരിക്കാൻ പറ്റുമോ, സമയം കിട്ടുമോ. ഇപ്പൊ ഒരു അരമണിക്കൂർ അതിനിടയിൽ നമ്മളൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതാണ്. അല്ല എന്തിനാ നമ്മൾ ചെയ്തു ചോദിച്ചാൽ അല്ല എല്ലാരും ചോദിക്കാറ് എന്തിനാ ഈ പ്രഭാഷണം നടത്തുന്നത്, എന്തിനാ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ ശ്വസിക്കുന്നു, ജീവിക്കാം ആണോ അല്ലേ. ഞാൻ എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഇതാണ്. ഇങ്ങനെ ശ്വസിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു പണിയാണ് എനിക്ക് പ്രഭാഷണം നടത്തുന്നത്. അത് കേൾക്കേണ്ടവരൊക്കെ കേൾക്കേണ്ട അത്രയുള്ളൂ. അത് ചിലപ്പോ നമ്മളെ ഏറ്റവും അടുത്തിട്ട് ഈവൻ രവിയേട്ടന് അറിയില്ല നിങ്ങൾ ഈ ലെവലിലുള്ള ഒരാളാണ്. അറിയാം അറിയില്ല സ്പിരിച്വൽ പരിപാടിയൊന്നും ഞാൻ ഇല്ല പറയാറില്ല എന്ന് ഞാൻ രവിയേട്ടനുമായിട്ടുള്ള കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായി. ആകെ അറിയുന്നതാണ് മൂത്ത പപ്പേട്ടൻ പല സ്ഥലത്തും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പപ്പേട്ടൻ പലരെയും റെഫർ ചെയ്യും. ഈ റെഫറൻസിലൂടെയാണല്ലോ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ പ്രിയ വേറൊരാളെ കോണ്ടാക്ട് ചെയ്തു, ദോഹയിൽ ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് അവര് പേര് പറയും. ഉഷ അവരുടെ വരുമ്പോൾ ഇന്ന് വന്നു അവരുടെ ആരോ ഒരാളെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉഷയുടെ ഇന്നാളാണ്, എന്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ആരെങ്കിലൊക്കെ റെഫർ ചെയ്ത് പോകുന്നതല്ലാതെ നമുക്ക് അങ്ങനെ വേറൊരു ഇൻട്രസ്റ്റും ഇല്ല. കുറെ ആളെ കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് ഒന്നും കണ്ടല്ല. പക്ഷേ പറയില്ലേ റൂമിയുടെ ഒരു കോട്ടില്ലേ, വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. അതെപ്പോഴും നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്തല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ആരെങ്കിലൊക്കെ ഗുണം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷം. ഒരു ദിവസം നിങ്ങൾക്ക് എന്റെ കൂടെ കുറച്ച് വത്സരാജൻ അറിയില്ലേ? അപ്പൊ വത്സരാജിന്റെ ഭാര്യനാണ് കോൺട്രാക്ടോ സിവിൽ എഞ്ചിനീയറിംഗിലോ അല്ല, മറ്റേ ഇതിന്റെ ട്രാവൽസ് ആണ്, അക്ബർ ട്രാവൽസ് കോഴിക്കോട്. അതിന്റെ അപ്പൊ ഈ വത്സരാജ് കുറച്ച് എന്തെങ്കിലും കുറച്ച് അസുഖമുള്ള ഞാനുള്ള ഒരു അസുഖം എന്നാ അറിയില്ല. അപ്പൊ അവനൊരു ദിവസം നിങ്ങളെ ഒരു ഇത് യൂട്യൂബ് വീഡിയോ എനിക്കിത് ഫോർവേഡ് ചെയ്തു. ഞാൻ ഏതാന്ന് ഓർക്കുന്നില്ല, ഇങ്ങനെ കുറേ കാണുന്നുണ്ടല്ലോ കണ്ടിരുന്നു. എനിക്കിങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്നോട് ചോദിച്ചു ഡു യു നോ ഹിം. നമുക്ക് നോ അല്ല, നമ്മുടെ റിലേറ്റീവാണ്. അപ്പൊ അതിനകപ്പാട് ഒരിത് നമുക്ക് റിയലി അല്ലാണ്ട് വെറുതെ ഒരാളെ പിടിച്ചിട്ട് റിലേറ്റീവ് ആക്കണ്ടല്ലോ. ഞാൻ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ അല്ല. അപ്പൊ എനിക്കെന്താ അല്ല, നമുക്കറിയാം നമ്മളെ ചുറ്റും ഇത്രയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു മൈനസ് പോയിന്റും അതാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മൾ തിരിച്ചറിയില്ല. ഈ അസുഖം പണ്ടേ ഉണ്ടോ എന്ന് ചോദിച്ചൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എനിക്കൊരു പ്രഭാഷണത്തിൽ ഒന്നാണ് വാസ്തുവിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ അറിയാൻ വാസ്തുവിനോട് പഠിച്ചു, വാസ്തു അസലായിട്ട് പഠിച്ചു, ആഗമശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ക്ഷേത്രം എങ്ങനെ പണിയണം. ഇപ്പം പലരും ഉണ്ടാകും. ആഗമശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുള്ള പയ്യന്നൂർ കേശവനാചാര്യ എന്നാണ് എൻ്റെ അവരുടെ മക്കളിപ്പോ എനിക്ക് മെസ്സേജ് അയക്കും. അച്ഛൻ്റെ ഒറ്റ ശിഷ്യനെ നമുക്ക് അറിയുന്നുള്ളൂ, അതോറിറ്റി അദ്ദേഹം തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവർക്ക് ഓർമ്മയുണ്ട്, എന്നെ കാണാൻ അവരുടെ അല്ല, ഞാൻ ബുക്കൊക്കെ എടുത്ത് വായിച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ പോകും. എന്നിട്ട് ഡോക്ടറിനെ ക്ലിയർ ചെയ്യും. അങ്ങനെ അദ്ദേഹം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പാസ്സായി എന്ന് അറിഞ്ഞപ്പോഴാണ് ഇനി ദക്ഷിണ വെച്ചോണ്ട് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ചിട്ട് പടക്കം എടുപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് വലിയൊരു അധികാരമായിരുന്നു, ഒരു സയന്റിസ്റ്റ് അയാളുടെ ശിഷ്യനായിട്ട് മാറുന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ കാലത്തൊക്കെ നല്ലോണം മനക്കെടും. അന്ന് എനിക്ക് കിട്ടുന്ന, ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 900 rupees ആണ്.
അതില് 300 റുപ്യന്റെ ബുക്ക് മേടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒറ്റ ബുക്ക്. അങ്ങനെയൊക്കെ ആരും മേടിക്കുന്ന സംശയം. അപ്പം അതിനൊന്നും നമുക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഈ 900 റുപ്പീസ് ഒന്നും ആവില്ല. അത് വെച്ചിട്ടും 1/3 ഓഫ് യുവർ സാലറി ഈസ് പെയ്ഡ് ഫോർ 1 ബുക്ക്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെ കണ്ടെന്ന് വളർന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അടുത്ത കാലത്ത് നടുവിൽ ഉള്ളപ്പോ എന്നെ കാണാൻ വന്നു. അപ്പൊ അവര് പാഷനേറ്റ് അവരുടെ എന്ന് വെച്ചാൽ എന്റെ ഗുരുവിന്റെ മകളിപ്പോ ബിടെക്കിന് ചേരണം. അപ്പൊ ഞാൻ പറഞ്ഞു കോറത്ത് പോയിക്കോളൂ, ഞാൻ അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡയറക്ടർ ആയിരുന്നു. അത് അവരോട് പോയിട്ട് പറ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പൊ അതിനും നല്ല അവർ വിളിക്കുന്നില്ല. അവർ അടുത്ത കാലത്ത് വന്നിട്ട് അച്ഛന്റെ കുറച്ച് ബുക്ക് ഉണ്ട് തരട്ടെ നമുക്ക് തന്നിട്ട് പോയി. ഞാൻ ആർക്കും കൊടുക്കാനില്ല. അതുപോലെ ഇപ്പൊ ചാലക്കുടിയിൽ ഒരാള് കഴിഞ്ഞ ആഴ്ച കണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ, ചില അറിയുന്ന ചെറിയ ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മൾ ഈ ഹോറോസ്കോപ്പും അസ്ട്രോളജിയും വാസ്തുവൊക്കെ പഠിക്കുമ്പോഴേ ഈ പ്രോബ്ലംസ് ഒന്നും വാസ്തു കൊണ്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടോ മാത്രമൊന്നല്ല ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലിങ്ങിനെ ചെയ്യാം. അസ്ട്രോളജിയിൽ ഒരാൾ പ്രോബ്ലം ആയിട്ട് വന്നു, ഹൈപ്പർ ആക്റ്റീവാണ്, അതിന്റെ കോസ് നമുക്കറിയാം. എന്തോ ഒരു പ്രശ്നം ഇന്നതാണ് അറിയുന്ന സമയത്ത് നമ്മൾ അവരോട് പറയേണ്ടി വരും, നിങ്ങൾ പോയി പൂജ ചെയ്തോന്നും കാര്യമില്ല. അപ്പൊ അതിന് നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചത് പഠിച്ചുകൂടാ, ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഈ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പണ്ട് രാമായണത്തിലും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ നമസ്കാരം. പറയൂ. ഏത് വിഷയം? ഇലക്ട്രോണിക്സ് ആണ് നല്ലത്. ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു, പക്ഷെ അവർ ട്രാൻസ്ഫർ ആയിട്ട് പോയി വന്നപ്പോഴൊക്കെയാണ് ഞാൻ പരിചയപ്പെട്ടത്. ഇപ്പൊ ചെന്നൈ ക്യാമ്പസിൽ ആരും ഉണ്ടോന്നറിയില്ല. ഒന്ന് മെസ്സേജ് അടിച്ചിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അയക്കാം, ഒന്ന് വാട്സപ്പ് ചെയ്ത് ഉണ്ടെങ്കിൽ അയക്കാം നോക്കാം. കാരണം ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ KL യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വെല്ലൂരിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. ഒരാള് വൈസ് ചാൻസലർ രജിസ്ട്രാർ ലെവലിലൊക്കെയാണ്. ഞാൻ നോക്കാം. ശരി. അപ്പൊ നമ്മള് ഈ പ്രഭാഷണത്തിന് പോകുമ്പോഴൊന്നും ഇത് കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ അറിഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത്. അതും പയ്യന്നൂരൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഈ ഗുരുവിന്റെ സ്ഥലത്ത് പോയിട്ട് ഞാൻ പ്രഭാഷണം നടത്താനൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ തളിപ്പറമ്പില് അന്ന് ഡ്രീംസ് പാലസ് ഞാൻ കണ്ടത് പ്രഭാഷണം. കുറച്ചു ആൾക്കാർ ജനലിന്റെ അടുത്ത് ഇങ്ങനെ നോക്കിയാൽ ക്യൂ നിൽക്കുന്നുണ്ട് എന്നെ കാണാൻ. സ്ഥലമില്ലാത്തതുകൊണ്ട് ജനലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അങ്ങനെ ഒരു പ്രഭാഷണം ആ കാലത്തൊന്നും ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞാൻ അവിടെ പ്രഭാഷണം വാസ്തുവൊക്കെയാണ് അത് കൊടുത്ത സമയത്ത് ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ പയ്യന്നൂർ കേശവനാചാര്യയുടെ ഏകലവ്യ ശിഷ്യനാന്ന് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം രണ്ടുപേരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവൻ ആരാ വാസ്തുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണ് ഗുരുവിന്റെ അടുത്ത് തന്നെ ഈ ശിഷ്യന്മാരെ പിടിച്ചോളൂ. അവര് പറഞ്ഞു തുടങ്ങിയതേ ഞങ്ങളുടെ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടല്ലേ, ഏകലവ്യ ശിഷ്യനാന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുന്നത് കേട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ അയച്ചതാണ്.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായി ഞങ്ങളുടെ ഗുരുവിന്റെ ഒരു വിശേഷം കൊണ്ടുപോയി കാണാം. ഇത് വളരെ റയറായിട്ട് കിട്ടുന്നു. അങ്ങനെ പൈൻ്റെ കശവനാചാര്യൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോ അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ അസ്ട്രോളജിയും വാസ്തുവും ഒക്കെ പഠിച്ചാലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രോബ്ലംസ് നമുക്ക് സൈക്കോളജിയിലൂടെ മാറ്റാൻ പറ്റും. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത്. ഇപ്പൊ ഈ ഉഷയുടെ അസുഖം മാറുന്നത് ആ മരുന്നുകൊണ്ട് മാത്രമൊന്നല്ല, ഇത് ഞാനാ കൊടുക്കുന്നത് എന്നുള്ള എന്നോടുള്ള ഒരു വലിയൊരു ബഹുമാനം. ആ ബഹുമാനാണ് നമുക്ക് അത് ഫലിക്കാൻ കാരണം. എപ്പോഴും മരുന്നിന് അങ്ങനെ ഒരു ഗുണം. അതല്ലെങ്കിൽ ഇപ്പം ഇതേ സംഭവം ചിലപ്പം എന്റെ അടുത്ത ബന്ധുവിന് കൊടുത്താലും മാറില്ല. കാരണം ഇവനെ നമുക്കറിയാമോ. അത് ഉഷ വിളിച്ച് പറഞ്ഞിട്ട് എന്റെ മാത്സ് ടീച്ചർ എന്നോട് മെസ്സേജ് അയക്കണം. എന്റെ ടീച്ചറാ എന്നെ മാത്സ് പഠിപ്പിച്ച ഈ ടീച്ചറൊക്കെ എന്റെ എല്ലാ വീഡിയോയും ഞാൻ കേട്ടു. ഇത് ഓരോ സമയത്ത് അങ്ങനെ ക്യാൻസർ പേഷ്യൻസിന്റെ കുറെ പേര്. ഈ ക്യാൻസർ പേഷ്യൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നറിയാം. കുറേ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് വിളിച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സുഖമായി. അവർക്ക് അതിനെക്കാളും ടെൻഷൻ അവരുടെ മക്കൾക്ക് ഇന്ന് സുഖമായിരിക്കും. കുറേ പേര് നമ്മള് അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടോ കണ്ടിട്ട് അവർക്ക് വല്ല ഗുണമുണ്ടാവും. എനിക്ക് വല്ല മസ്കറ്റിലൊക്കെ പോയ സമയത്ത് അന്ന് എന്റെ മൂത്തൊരേട്ടൻ പ്രവീണ എന്നൊക്കെ പറഞ്ഞു. അവര് അല്ല അത് സ്മിത. ഇത് പ്രവീണ എന്നിട്ട് മൂത്തൊരു എന്റെ AK ഉണ്ടല്ല, AKയുടെ മൂത്ത മോനുണ്ടല്ലോ നാരായണൻ, അദ്ദേഹം SBI അവരുടെ മക്കള് മസ്കറ്റിലൊക്കെ ഉണ്ട്. പ്രേമേച്ചിന്റെ മക്കള്. അപ്പൊ അവരൊക്കെ ഉള്ള സമയത്ത് തന്നെ ഉച്ചക്ക് ഭക്ഷണം ഈ പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഭക്ഷണത്തിന് വിളിക്കും. ശരി എന്ന് പറയും. ഇത് എനിക്ക് ഓർമ്മയുണ്ടവര് ആരോടാ ശരി പറഞ്ഞ ആരാ വിളിച്ചത് ഇവരൊന്നിട്ട് നമ്മളിങ്ങനെ കാണുന്നില്ല. ഞാൻ നടുവിൽ കയറി പയ്യന്നൂരും എപ്പോഴോ ചെറുപ്പത്തിൽ കണ്ടു എന്നല്ലാണ്ട് പിന്നെ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ല. അവർ മസ്കറ്റിലാന്ന് അറിയില്ല. ഇത് വെല്ലേട്ടന്റെ മോളാന്ന് എനിക്കറിയില്ല. എന്നാ ശരി എന്ന് പറയുന്നിട്ട് ഞാൻ വേറെ ആർക്കും കൊടുക്കും. അവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ആരോട് ഒരു എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചൊന്ന് കൺഫേം ചെയ്തോളെ ആടെ വെച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അല്ല ഇന്ന് നമ്മൾ വേറെ ഭക്ഷണം കഴിക്കാൻ പറ്റതല്ല എനിക്കറിയില്ല. അല്ല അത് ആടെ പോയിട്ടുണ്ട്. അപ്പൊ 2 വർഷം കഴിക്കും. പിന്നെ ഉച്ചക്ക് 2 വർഷം ശരിക്കും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ ഇപ്പൊ ഒരാള് വിളിച്ചിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വരാതെ ഞാൻ പറഞ്ഞു പോവാണ്ടിരുന്ന വിഷമല്ലേ. അപ്പൊ അവിടെ വേറൊരു നാളെ കഴിക്കും. 2 ഊണ് കഴിച്ച എത്രയോ ദിവസങ്ങളുണ്ടെന്ന് അറിയാം. ഊണ് കഴിക്കാത്ത ദിവസമുണ്ട്, ഊണ് കഴിക്കാത്ത ദിവസമുണ്ട്, 2 എണ്ണം കഴിച്ച ദിവസമുണ്ട്. ഇപ്പൊ ഓരോ അത് നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. അത് നമ്മൾ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അറിയൂല. മനസ്സിലായി? ഇതിങ്ങനെ ഒരു ഓട്ടം. അതേപോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് ഇന്നടുത്താണ് ഇന്നതാണ് ഒരു രൂപമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എതിയുടെ നല്ലോണം വായിച്ചിട്ടൊരു എതിയുടെ ഏകല വിശേഷനാണ് ഞാൻ അപ്പോഴാണ്. അദ്ദേഹം സൈക്കോളജിക്കലി ഭഗവത്ഗീതയൊക്കെ ഭാരതീയ ശാസ്ത്രത്തിൽ സൈക്കോളജിയിൽ ഇത്രയും പ്രഭാഷണങ്ങൾ എബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയവരായിരുന്നു. എതിയുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വലിയ സൈക്കോളജി, അതും ഭാരതീയ ശാസ്ത്രത്തെ കുറിച്ച് നല്ലോണം വായിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എതിനെ കാണാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നവരോടൊക്കെ ചോദിക്കും, ഇതൊക്കെ ബന്ധുള്ളവരോട്, നിങ്ങൾക്ക് ആരെങ്കിലും എഴുതി നാട്ടിലല്ലല്ലോ, ഞാൻ ഹൈദരാബാദിൽ തിരിച്ചു പോയതല്ലോ. അപ്പൊ ആരെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും പറയുമ്പോൾ അവരോട് ചോദിക്കും. അവരുടെ ഷൗക്കത്തുണ്ട്, പക്ഷെ ഫോണൊന്നും എടുക്കില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കണ്ടാലായി. ഇപ്പൊ ഫോണൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പൊ യൂട്യൂബൊക്കെ ഉണ്ട്, അന്നൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ
കോഴിക്കോട് നിന്ന് യൂണിവേഴ്സിറ്റി വണ്ടിയിൽ തളിപ്പറമ്പിൽ ഒരു പരിപാടിക്ക് പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് 8 മണിക്ക് തിരിച്ചു പോകണം യൂണിവേഴ്സിറ്റിക്ക്. 4-3 മണിക്കൂറല്ലേ ഉള്ളൂ. 12 മണിക്ക് വീട്ടിൽ എത്തും. പിറ്റേ ദിവസം രാവിലെ എനിക്ക് 7 മണിക്ക് വയനാട് സുൽത്താൻ ബത്തേരി. അങ്ങനെ യാത്ര ചെയ്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരാള് എന്റെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു കയറി വന്ന് ഭാരതീയ ശാസ്ത്രത്തെ കുറിച്ചോ ഭഗവാന്റെ സങ്കല്പം കുറിച്ചോ ക്ലാസ് ഒരാള് വന്നിട്ട് നമുക്ക് കാണണ്ടേ ഷോക്ക്. ഇന്നത്തെ കുറെ പടമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വന്നു ഷോക്കത്തെ ഇപ്പൊ ഈ 8 മണിക്ക് കഴിഞ്ഞാൽ യാത്ര പരിവ്രാജകനാണ്, അവിടെ ഇവിടെയൊക്കെ തന്നെ നടക്കാമെന്നൊക്കെ മറിച്ച മലത്ത് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ കോഴിക്കോടേക്ക് നമുക്ക് പോവാം. കാരണം കഴിഞ്ഞിട്ടാണല്ലോ, ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പോവാ ഷോക്കത്ത് പോവാൻ. ഞാൻ ജോസഫിന്റെ ചെറുപഴക്കം എന്റെ നാടായിരുന്നു ഷോക്കത്തെ. 8 മണിക്കൂറിന് പോയാൽ പയ്യന്നൂർ 9 മണിക്ക് എത്താം, 9:30-10 മണിക്കൊക്കെ എത്തും. അന്ന് 2 മണിക്കൂറൊക്കെ എടുക്കും. പയ്യന്നൂർ 10 മണിക്ക് എത്തും. ചെറുപുഴക്ക് ഇന്ന് പോകാൻ പറ്റില്ല, നാളെ പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇന്ന് പറ്റില്ല. പിന്നെ അവിടെ അറ്റൻഡൻസ് കൊടുക്കേണ്ട കാര്യം ഒന്നുമല്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നെ പോയത് അറ്റൻഡൻസ് കൊടുക്കേണ്ട കാര്യം ഒന്നുമല്ല. എന്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യം എന്റെ കൂടെ. ഞാൻ വണ്ടി പറഞ്ഞയച്ചു. എന്റെ ധൈര്യം നിങ്ങളെ പോ കോഴിക്കോടേക്ക്, ഞാൻ ഇയാളെ കൂടെ പോവാ. എന്നിട്ട് ഇയാളെ കൂടെ പോയി. ഏതോ പ്രഭാഷണത്തിന് വന്നാണ്. ഒരു ഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. അന്ന് ഏട്ടൻ പയ്യനുണ്ട്. പക്ഷെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും പറഞ്ഞ് രാത്രി കിട്ടാനുള്ള ധൈര്യം. ഏട്ടൻ എൻ്റെ ഡിഫറൻറ്റ് സ്റ്റൈലും ആണ്. അങ്ങനെ അടുപ്പിക്കാത്ത മനുഷ്യൻ. പയ്യന്നൂർ വരെ എത്തി ഞാൻ ഇവന്റെ കൂടെ. അപ്പോഴും എനിക്കറിയാം ഞാൻ പയ്യന്നൂർ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഷൗക്കത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെയും പയ്യന്നൂർ ചെറുപഴക്കൊന്നും കിട്ടും. ഇവന്റെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് എന്റെ ആഗ്രഹം. ആലോചിച്ചപ്പോ ഒരു ദുരവസ്ഥ. അപ്പൊ പറഞ്ഞു ഞാൻ സാധാരണ ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്നു. പക്ഷെ ഞാൻ ബസ് സ്റ്റാൻഡിനകത്ത് കിടന്നാല് എന്നെ അറിയുന്ന കുറെ ആളുണ്ട്. ഞാൻ പഠിച്ച പയ്യനാണ്. ഏതെങ്കിലും ഒരാള് ഒരു പടം എടുത്തിട്ട് യൂണിവേഴ്സിറ്റി ഡയറക്ടർ ബസ് സ്റ്റാൻഡ് പത്രത്തിന് പണം അത് നടപ്പില്ല. ഏട്ടനുണ്ട്. പക്ഷെ ഏട്ടൻ്റെ അടുത്ത് പോയി എനിക്ക് ധൈര്യം തന്നെ ഇനിയും കൂട്ടിട്ട്. അത് ഏട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മള് ഡയറക്ടർ എന്റെ പഴയ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരാളെ ഒരു ഹോട്ടലാണ്. 10 മണിയിലെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടെടുക്കും. എന്നിട്ട് ഞാൻ അവന്റെ ഹോട്ടലിൽ പോകും. എന്തിന്? അവന്റെ കൂടെ താമസിക്കാൻ പറ്റുമോ? രാത്രി ഈ ലോഡ്ജ് എടുക്കുക, ഹോട്ടൽ എടുക്കുക എന്നുള്ള ബുദ്ധിയൊന്നുമില്ലെന്ന്. അവന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞ എന്റെ വീട് കുറിച്ചിട്ടില്ല, റിപ്പയർ, അവിടെ നിങ്ങളെ കൊണ്ടുപോകാൻ. പക്ഷെ നമ്മുടെ കൂടെ പഠിച്ച വേറൊരു വിജയം അവരെ വിളിച്ചോടത്തു. എന്നിട്ട് ഞങ്ങൾ അവന്റെ കൂടെ താമസിച്ചു. എന്തിനു താമസിക്കാൻ? എനിക്ക് രാവിലെ 7 മണിക്ക് പഠിക്കാൻ പോണം. രാത്രി 3 മണി വരെ ഞങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഏർലി മോർണിംഗിന്റെ സൂപ്പർ ഫാസ്റ്റ് എന്നെ കയറ്റി വിട്ടോ. ഈ ഷൗക്കത്ത് അവിടെ 3 ദിവസം പിഞ്ഞ് താമസിച്ചു. അവനൊരു തിരക്കൂല എന്നോട് വരാറുണ്ട്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ എത്രയോ ആൾക്കാരുടെ കൂടെ അങ്ങനെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാല് പക്ഷെ ആ സമയം ചെലവഴിക്കല് അത് കഴിഞ്ഞ് പിന്നെ ഷൗക്കത്ത് വരുന്നത് യൂണിവേഴ്സിറ്റിയില്. അന്ന് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ട്. എന്റെ കൂടെ ജോസഫും കൂടി. ഷൗക്കത്തും ജോസഫും യതിയുടെ 2 ശിഷ്യന്മാരാണ്. ഒരാള് തലയുടെ ഭാഗത്തിറങ്ങി, മറ്റൊരു കാലിന്റെ ഭാഗത്ത്. 2 ഡിഫറെന്റ് മുസ്ലിമും ക്രിസ്ത്യനും യതിയുടെ ശിഷ്യന്മാരും. അവരുടെ കൂടെ അവരെന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പൊ ഞാൻ വലിയ ബംഗ്ലാവ് 5-6 ബെഡ്റൂം ഒക്കെ ഉണ്ട്. അപ്പൊ ജോസഫ് അവിടെ കിടക്കാൻ സുഖം ഇല്ല, ഞങ്ങൾ പുറത്ത് കിടന്നു. അന്ന് ഞാനും പുറത്ത് കിടന്ന് ഉരുപ്പെട്ടിട്ട് സി അതൊരു അതിലൂടെ പോയവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെയാണ് ഉണ്ടായിട്ട് വേണ്ടാത്തവര്. പക്ഷെ എപ്പോഴും ഇല്ല. നമുക്ക് നമ്മുടേതായ കുറെ കൺസ്ട്രെയിൻസും കുറെ സിറ്റുവേഷൻസും ഒക്കെ നമ്മളിങ്ങനെ കെട്ടി നിൽക്കുന്നതോടെ ഗ്രോത്തിന് കുറെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. കെട്ടുപാടുകൾ, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ വിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ നടുവിലെ വീട് എന്നൊക്കെ പറയുന്നത് കൂട്ടിക്കിടന്ന് ഒരു 2005 ഞാൻ യൂണിവേഴ്സിറ്റിയുള്ള സമയത്ത് അതൊന്ന് മാറ്റം ആഗ്രഹം.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അല്ല ഡയറക്ടർ. അപ്പൊ ആ സമയത്ത് നടുവിൽ പോയിട്ട് ഞാൻ വീട് നന്നാക്കാൻ പോകുന്നു. ഏത് പാർട്ടീഷൻ ചെയ്യണം അന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാ പാർട്ടീഷൻ ചെയ്യേണ്ടത്? സർവേറെ കൊണ്ട് വരച്ചിട്ട് കഷ്ണാക്കാനും 10 സെന്റ് ആക്കാനും ഈ ഞാടി ഇവിടുന്ന് പൊളിച്ച് എനിക്ക് വീട് വേണമെങ്കിൽ തരും. പക്ഷെ ഈ ഞാടി ഞങ്ങളുടെ ഭാഗമാണ്. ഒരു വീട് പൊളിക്കുമ്പോ ഒരു ഞാടി ഭാഗമായിട്ടായാലേ 10 സെന്റ് ആവുള്ളൂ. ഒരു 9 ആക്കിയിട്ടോ 11 ആക്കിയിട്ടോ തിരുത്താൻ പറ്റാത്ത വിധത്തിൽ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും വരച്ചിട്ട് എന്നെ കൊണ്ട് കാണിക്കുമ്പോൾ ഒക്കെ നടക്കണമെങ്കിൽ ഞാൻ ഒപ്പിടുന്നുണ്ട്. ഒരു പണി നോക്കാൻ പറഞ്ഞു. ഞാൻ റിപ്പയർ ചെയ്യാൻ വന്നാലേ ഈ പ്രശ്നമുള്ളൂ. അങ്ങനെ 18 കൊല്ലം അത് പൊട്ടിക്കണം. അങ്ങനെ എല്ലാം പൊളിഞ്ഞു വീഴും എന്നുള്ള അവസ്ഥയിൽ ഞാൻ തളിപ്പറമ്പിലുള്ള ഏട്ടൻ്റെ ഒക്കെ കോണ്ടാക്റ്റിലുള്ള ഒരു അന്നൊക്കെ കുറച്ച് വയബിളായി. എനിക്ക് ഞാൻ പറഞ്ഞ ഏട്ടൻ്റെ ഒക്കെ ഒരു തോന്നലൊക്കെ തുടങ്ങി. അപ്പൊ ഞാനൊരു എഞ്ചിനീയർ വിളിച്ചിട്ട് പറഞ്ഞത് അത് പറഞ്ഞുകൂടി ഇങ്ങനെ ബെൽറ്റ് ഇടണം, കോൺക്രീറ്റ് അങ്ങനെയൊക്കെ നിൽക്കുള്ളൂ, സ്ട്രക്ചർ പൊളിയോ അല്ലെങ്കിൽ പഴയ സാധനമല്ലേ ഇങ്ങനെ കൂട്ടിക്കിടന്നല്ലേ, നീ പോ. ഞാൻ എന്നിട്ട് എന്റെ കൂടെ പണ്ട് 10ാം ക്ലാസ് പഠിച്ച് മതിൽ മാത്രം കെട്ടാൻ അറിയുന്ന സിമെന്റ് കൊടുക്കാൻ അറിയുമ്പോഴത്തോട് പറഞ്ഞു, നീ എന്റെ വീടൊന്ന് ശരിയാക്കിട്ടുള്ളൂ. അവന് പിന്നെ എന്തും ചെയ്യാം, അതൊന്നും അറിയില്ല. നീ വന്ന് എന്റെ കൂടെ താമസിക്കുന്നതിന്റെ കംപ്ലീറ്റ് ഫാമിലി 8 പേര് താമസിപ്പിച്ചു. ഞാൻ പറയുന്ന പോലെ കംപ്ലീറ്റ് ചേർന്നു. ഞാൻ വരച്ച ഒപ്പിക്കുകയും ചെയ്തു. അന്ന് കുറച്ചും കൂടി ധൈര്യം ചെയ്താലും റൂബിൾ അവിടുത്തെ പിന്നെ അന്നൊന്നും ഏട്ടൻ അങ്ങനെ എന്നോട് നോന്ന് പറയലോ ആരും പറയില്ല. അന്ന് പറയുന്നവരുണ്ടായിരുന്നാലും ഒന്നും ചെയ്യാം. അതിപ്പോഴും അതേപോലെ ഓരോ ഇപ്രാവശ്യം ഒന്നല്ല അതേ പറഞ്ഞ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ്. അപ്പൊ അവിടെ ഞാൻ ഇത്രയും കാശ് മുടക്കി ബാലകൃഷ്ണേട്ടനും ഇപ്പൊ വലിയൊരു വരവുണ്ട്, അത് പൊളിഞ്ഞു പോയി. അപ്പൊ അവര് നന്നേച്ചിയും ബാലകൃഷ്ണേട്ടനും എത്ര പൈസ മുടക്കിയിട്ടില്ലല്ലോ, പൊളിഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾ പൊളിഞ്ഞൊന്നും നന്നാക്കൂല. ഇന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യിച്ചോളാൻ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കാശ് മുടക്കുന്ന വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇപ്പൊ നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടേതാണോ? എന്റേതാണോ എന്ന് ചോദിച്ചാല് എന്റേതാണെങ്കിൽ ഞാൻ ചത്താന്റെ മക്കൾക്ക് കിട്ടും, എന്റേതല്ലെങ്കിൽ ഞാൻ ചത്താന്റെ മരുമക്കൾക്ക് കിട്ടും എന്നുള്ള വ്യത്യാസം പറയും ഞാൻ. അപ്പൊ അത് വെച്ചിട്ട് ജീവിക്കുന്നതാണ്. അല്ല അത് സത്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അമ്മേന്റെ അച്ഛനല്ല, അതല്ലെങ്കിൽ ആ കേറുന്നിടത്ത് അച്ഛന്റെ അമ്മേന്റെ ഒരു പടം ഉണ്ടാവില്ലല്ലോ എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അവിടെ MCK കിറ്റ് ആൻഡ് കിൻസ് എന്നൊരു ഗെറ്റ് ടുഗദർ നടത്തിയ ജൂലൈ 4-ാം തീയതി. ആ ജൂലൈ 4-ാം തീയതി എല്ലാരും വന്നു. 300 പേരവിടെ വന്നു. അത് വലിയൊരു ജീവിതത്തില് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അന്ന് രാവിലെ ഈ ബാലകൃഷ്ണന്റെ മോളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് എല്ലാരും ചാവേണ്ട ഒരു ആക്സിഡന്റ് ഉണ്ട്. വണ്ടിയെല്ലാം ഫുൾ പഞ്ചറായി, പറഞ്ഞില്ല എന്ന് മാത്രം, എല്ലാരും ചാവെന്ന് വിചാരിച്ചൊരു ആക്സിഡന്റ്. അങ്ങനെ ജീവിതത്തിൽ കുറെ ആക്സിഡന്റ്സും കൂളായിട്ട് ഞങ്ങൾ ഇത് ആരോടും പറയേണ്ട ഇന്നത്തെ പരിപാടി തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതന്നെ ആയിരിക്കും ഡിസ്കഷൻ. ആരോടും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു കവിത എഴുതിയിട്ട് എന്റെ ബുക്കിൽ പ്രിന്റ് ചെയ്തു. അപ്പൊ അത് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ആക്സിഡന്റ്, ആ കഥ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയ പോലെയാണ്. അല്ല അത് അങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്നതാ. നമ്മളിപ്പോ അങ്ങനെ അല്ലെങ്കിൽ നമ്മളെന്താ അർത്ഥം? അല്ല ഞാനും ഈ ഒരു കാര്യത്തില് ഞാൻ ഭാഗ്യവതിയും കൂടിയാണ്. ഇപ്പൊ എന്റെ 2 ബ്രദേഴ്സ് ആയാലും ഈ ഒരു ഇതെല്ലാം നമ്മൾ ചാമ്പടയും കൊണ്ടുപോവാ ഇല്ലല്ലോ. ഇപ്പം എന്റെ അമ്മേന്റെ കൂടെ പാച്ചേരിയിലുള്ള തറവാട് അമ്മേന്റെ ഒരാങ്ങളോട് ഫ്രീയായിട്ട് ജസ്റ്റ് അവർക്ക് കൊടുത്തു. കാരണം നമ്മളെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം അതല്ലെങ്കിൽ അച്ഛപ്പനും അമ്മമ്മേനെ അമ്മാന്നാ വിളിക്കല്. അവര് രണ്ടാളും ഉണ്ടാക്കി വീട്. അതിന് നിരന്ന് കിടക്കുന്ന അച്ഛപ്പനും അമ്മയും അച്ഛപ്പന്റെ അച്ഛനും അച്ഛമ്മേന്റെയും ഇതെല്ലാം നിരന്ന് കിടക്കുന്ന ഒരു സംഭവം. അല്ല നമുക്ക് നമ്മള് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അതൊക്കെ പോയിരിക്കും. നമ്മള് കാണില്ല. ഇപ്പോഴും നമുക്ക് അവിടെ കയറി പോകാൻ പറ്റും, അവിടെ പോയിട്ട് നിൽക്കാം, എല്ലാം ചെയ്യാല്ല. ചിലപ്പം ഇനി അടികൂടിയിട്ടുണ്ടെന്ന് 5-10 ലക്ഷം ഒരിടക്കും കിട്ടുമായിരിക്കും. 10 ലക്ഷം അല്ലല്ലോ. പക്ഷെ അതൊരു വല്ലാത്തൊരു വേണം എന്ത് വേണ്ട എന്നുള്ളതൊന്നും വലിയ രൂപമില്ല. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ചോദിച്ചാല് ഈ സമയത്ത് ഇപ്പൊ ഇത് ചെയ്യാൻ തോന്നുന്നു ചെയ്യും. അത് ശരിയാണോ തെറ്റാണോ ചോദിച്ചാൽ ഇന്നലെ ധർമ്മം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്.
എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നുള്ളതൊക്കെ കോണ്ടെക്സ്റ്റുവലാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യം അന്നത്തെ ബുദ്ധി ഉപയോഗിച്ചിട്ടോ നല്ലതാണ്. നാളത്തെ ബുദ്ധി ഉപയോഗിക്കുന്നത് ഇന്നലെ ചെയ്ത് തെറ്റാന്നോ, പക്ഷെ അത് ആലോചിച്ചാലല്ലേ ഉള്ളൂ. ഞാൻ ആലോചിക്കാൻ സമയമില്ല. ആലോചിക്കുമ്പോഴല്ലേ അത് തെറ്റാന്ന് തോന്നുന്നു. ആലോചിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പ്രശ്നമില്ല. കഴിക്കാം. ഞാൻ MS സൈക്കോതെറാപ്പി ചെയ്തു. ഡെറാഡൂണിലൊരു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്റർ ബോംബെയിലുണ്ട്. അവിടെ എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള അതിനേക്കാളും നല്ല സൈക്കോളജി പഠിപ്പിച്ചത് ഡിഗ്രി PhD അല്ല ശരിക്കും അല്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോൾഡ് യോഗ യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കൻസ്. ഓക്കെ, വി കൻ ഗെറ്റ് ഡിഗ്രി. അതിനുള്ള ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചാൽ ഈസ്റ്റേൺ ഫിലോസഫിക്കൽ തോട്ട്സ് ഇൻ സൈക്കോളജി ഒരു തീസിസ് എഴുതിയാൽ ദാറ്റ് ബിക്കംസ് എ റിയൽ സ്റ്റഡി വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു സംബഡി ടു ലേൺ. അത് ചെയ്തു കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനി യൂണിവേഴ്സിറ്റി വിൽ ഗിവ് യു ഡിഗ്രി. അത്ര ഒരു കണ്ടന്റ് എഴുതണമെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ സ്വാമി വേദഭാരതിയുടെ PhD എന്ന് പറയുന്നത് 3 പേജാണ്. 300 പേജ് എഴുതുന്ന നിയമമൊന്നുമില്ല. PhD കിട്ടിയിട്ടാണ് ഇപ്പം നമ്മളത് ഒരാൾ സർട്ടിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്തോ ഒന്നല്ല. ഇപ്പൊ ഞാനിപ്പോ എന്നെ പലയിടത്തും പ്രഭാഷണത്തിൽ വിളിക്കുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് I have got a PhD given by അല്ല അതെന്നെ കുഴപ്പമില്ല. അവര് എനിക്കൊരു PhD തന്നു, എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് സൈക്കോളജിയുടെ കേവലം. ഇതൊക്കെ നമ്മള് എന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ്. We should have content. കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ആയിരിക്കും അല്ലെ. ഇപ്പൊ എന്റെ അടുത്ത് അസ്ട്രോളജി പഠിക്കാൻ പറ്റുന്ന അസ്ട്രോളജിയുടെ ഞാനിവിടെ MA അസ്ട്രോളജിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് എന്റെ MA ഡാറ്റാണ് പഠിപ്പിച്ചത്. അല്ല അതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാം, പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാം, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാം. ഇതൊരു സൈക്കിളാണ്. അതിനിടയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാല് അതുകൊണ്ടാണ് ഈ കുട്ടിയോട് ഞാൻ ഇപ്പൊ ഈ കുട്ടി വിളിച്ചത് PhD ചെയ്യണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്, തിരുവനന്തപുരത്താണ്. അച്ഛൻ എഴുതിയ മെസ്സേജ് വായിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് PhD എടുത്തിട്ട് ഷീ ഡസന്റ് നോ ദ വാല്യൂ ഓഫ് ദ ഡിഗ്രി വിച്ച് ഷീ ഹാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പ്ലീസ് ഗിവ് സം ടൈം. എവിടെയെങ്കിലും പോണം, പുറത്തു പോകണം എന്നാണ് എല്ലാവരുടെയും ധാരണ. ഈ പുറത്തു പോയാലാണ് അകത്തൊന്നും ഇല്ലാത്തത് ആർക്കും മനസ്സിലാണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ അവളോട് ആദ്യം ചോദിച്ചത് എവിടെയാണ് പഠിച്ചത്. എഡ്യൂക്കേഷനിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമോ ഒക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ PhD മാസ്റ്റേഴ്സ് ചെയ്തത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്. വണ്ടർഫുൾ. എവിടെയായി സ്ഥലം? ശ്രീപെരുമ്പൂർ. അവിടെ എന്താ പ്രത്യേകത? രാജീവ് ഗാന്ധി അസാസിനേഷൻ നടന്ന സ്ഥലം. അടുത്ത ചോദ്യം, അത് ഏത് ദിവസം അയാൾ അവിടെ കൊല്ലപ്പെട്ടത്? ഇവര് പ്രതീക്ഷിച്ചു ഞാൻ അങ്ങനെ ചോദിക്കുന്നു. ഞാനിങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാല് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരെ പഠിപ്പിക്കാവുന്ന. ആദ്യം അറിയേണ്ടത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് എന്തുകൊണ്ട് വന്നു, ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്ന ഒരു കുട്ടിയല്ലേ ആവണം. അതാവണമെന്നേ നമ്മൾ പറയാറ്. അപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു BEd കിട്ടുമായിരിക്കും. എന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം. അത് ഞാൻ ഈ ഒരു കോവിഡ് കാലം എന്ന് പറയുന്നത് വലിയൊരു നല്ല സമയമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കോവിഡ് കാലം. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ചിക്കൻ പോക്സ് വന്ന കാലം. ഇതൊക്കെയാ ഞാൻ പറയാ. അല്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ അടുത്തൊന്നും കൃഷിയൊന്നും ഇല്ലല്ലോ. അപ്പൊ 100 കിലോമീറ്റർ ഒക്കെ പോയാലാണ് കൃഷിസ്ഥലങ്ങളാണ്. അടുത്ത 100 കിലോമീറ്റർ വേറെ. ആദ്യം ചെയ്തത് ഞാനൊരു എൻഡോവർ വണ്ടി വിട്ടു.
കാരണം കുറേ ലോങ് റൂട്ട് എനിക്ക് ഓടിക്കണം. സാറ്റർഡേ അവിടെ പോകും, അടുത്ത സാറ്റർഡേ സൺഡേ ഇവിടെ പോകും. അയാൾ എങ്ങനെയെങ്കിലും പരിചയപ്പെട്ട എല്ലാ കൃഷിക്കാരെയും പരിചയപ്പെട്ടു, ഒരേ ആവശ്യമില്ലാത്ത. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 3000 ഏക്കർ സ്ഥലം ഇവിടെ പ്രകൃതി അയാൾ എന്നെ കാണണം ഇങ്ങോട്ട്. ഇവൻ ഭയങ്കര കൃഷിയുടെ സജഷൻസ് കൊടുക്കും. ഇപ്പൊ കൃഷിസ്ഥലത്ത് ഇവർക്ക് പന്നി കയറും, അത് കയറാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത് വർക്ക് ചെയ്യുന്നു. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പഴയ പരിപാടി ഇവർക്കറിയില്ല. അങ്ങനെ ഇവിടെ വലിയ റിസോർട്ടുകളാണ്, 3000 ഏക്കർ പ്രകൃതി റിസോർട്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കും. അവിടെ പോയി എനിക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ നല്ല കള്ളൊക്കെ കുടിച്ചു ഉണ്ട്, ഇതിനൊക്കെ വീഡിയോ ഉണ്ട്. അത് വലിയ കാര്യമായി. അയാൾ ഒരു ഇവന്റ് നടത്തി. അന്നാണ് ഞാൻ ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ അയാളുടെ കെയർ ഓഫില് 100 പേർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഫുൾ അയാളെ സ്പോൺസർ ചെയ്തു. നമ്മൾ തുടങ്ങിയ അഗ്രികൾച്ചർ അതിന്റെ ഉള്ളിലുള്ളൊരു മനസ്സിലാണ് ഈ ഏർലി ചൈൽഡ് കെയർ വന്നത്. അപ്പൊ അയാൾക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സ്കൂൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ കൺസെപ്റ്റ് പറഞ്ഞു. എന്നാൽ ഐ വിൽ സ്പോൺസർ യു തന്നെ പ്രോഗ്രാം. ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങാൻ നോക്കിയിട്ട് അവസാനം വേണ്ടാന്ന് വെച്ചത് തന്നെ. കാരണം അയാളുടെ റിയൽ എസ്റ്റേറ്റ് ആണ് അയാളുടെ പണി. ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ്. കാരണം വെച്ചാൽ യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ കുറെ പോപ്പുലേഷൻ വരും, റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂടും. ഇതൊക്കെ ഇതിനുള്ളൊരു തട്ടിപ്പ് പരിപാടിയാണ്. അങ്ങനെയൊന്നും വിചാരിച്ച് നമുക്ക് യൂണിവേഴ്സിറ്റി നടത്തിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വൈസ് ചാൻസലർ ആവാൻ വെച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോയാ. അല്ല, എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻജിയുടെ നമ്മുടെ ഫൗണ്ടേഷനിൽ മോഹൻജിക്ക് ആംഗൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സ്കൂൾ കോൺസെപ്റ്റാണ്. അവർ പഠിപ്പിക്കലില്ല, ഒരു ഓവറോൾ ഡെവലപ്മെന്റ്. മെയിൻലി അത് ഈ സ്ലം ഏരിയയിലും അങ്ങനെയുള്ള കുട്ടികളുടെ ഒക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ അതന്നെ. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഹൈദരാബാദ്. ആഗ്രഹമായിരുന്നു എന്നല്ലേ, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ് ഹൈദരാബാദ്. അങ്ങനെ